ഹായ് സ്റ്റുഡൻസ്. സോ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ കമ്പ്യൂട്ടർ ആൻഡ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ്. സോ ഞാൻ അതിൻ്റെ ഇമ്പോർട്ടൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഇതൊരു ഇമ്പോർട്ടൻ്റ് ചാപ്റ്ററാണ്. കാരണം അത് നമ്മുടെ എക്സാമിന് വേണ്ടിയുള്ള ഏരിയ ആണ്. ഓക്കെ, നമ്മുടെ എക്സാമിന് വേണ്ടിയുള്ള സെക്ഷൻ. സോ അപ്പോൾ നമുക്ക് പഠിക്കാനുള്ളത്, സോ നമ്മൾ ആൾറെഡി ക്ലാസ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തായിരുന്നു. സോ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. കമ്പ്യൂട്ടർ ആൻഡ് ഇറ്റ്സ് ക്യാരക്ടറിസ്റ്റിക്സ്, എന്താണ് കമ്പ്യൂട്ടർ, അതുപോലെ തന്നെ കമ്പ്യൂട്ടറിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, അതിൽ നമ്മൾ ഡിസ്കസ് ചെയ്താണ്. സ്പീഡ്, നല്ല സ്പീഡായിരുന്നു. അതുപോലെ തന്നെ സ്റ്റോറേജ്, അക്യുറസി, കൃത്യത, കമ്മ്യൂണിക്കേഷൻ, പ്രോസസ്സിംഗ് പവർ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തു. പിന്നെ കമ്പോണൻസ് ഓഫ് കമ്പ്യൂട്ടർ നോക്കി, അതായത് കമ്പ്യൂട്ടറിൻ്റെ കമ്പോണൻസ് ഭാഗങ്ങൾ. ഓക്കെ, സോ അങ്ങനെ അതിൽ നമ്മൾ ഓരോ ഇൻപുട്ട് എന്താന്ന് പറഞ്ഞു, ഇൻപുട്ട് യൂണിറ്റ് എന്താന്ന് പറഞ്ഞു, സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്, വെരി വെരി ഇമ്പോർട്ടൻറ്റ്, CPU. അതിൽ തന്നെ കൺട്രോൾ യൂണിറ്റ് എന്താണെന്നും മെമ്മറി യൂണിറ്റ് എന്താണെന്നും അതുപോലെ തന്നെ അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണെന്നും പറഞ്ഞു. നമ്മൾ ഔട്ട്പുട്ട് യൂണിറ്റ് ഡിസ്കസ് ചെയ്തു. പിന്നെ കോസ്റ്റ് ഓഫ് ഇൻസ്റ്റാളേഷൻ, കോസ്റ്റ് ഓഫ് ട്രെയിനിങ്, സെൽഫ് ഡിസിഷൻ മേക്കിംഗ്, മെയിൻ്റെനൻസ്, എന്തൊക്കെയാണ് ലിമിറ്റേഷൻസ് ഓഫ് എ കമ്പ്യൂട്ടർ എന്തൊക്കെയാണ്, അതാണ് പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്ത പോയിന്റ്സ്. പിന്നെ റോൾ ഓഫ് കമ്പ്യൂട്ടർ ഇൻ അക്കൗണ്ട്. സോ അക്കൗണ്ട്സിൽ പറഞ്ഞു പ്രിപ്പറേഷൻ ഓഫ് ഡോക്യുമെന്റ്സ്, റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻ, പ്രിപ്പറേഷൻ ഓഫ് ട്രയൽ ബാലൻസ്, ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് തുടങ്ങിയുള്ളതൊക്കെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, കമ്പ്യൂട്ടർ യൂസ് ചെയ്യും. പിന്നെ സാലന്റ് ഫീച്ചേഴ്സ് ഓഫ് എ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ, അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെ, അതിൻ്റെ പ്രത്യേകതകൾ. സിമ്പിളാണ്, ഇൻ്റഗ്രേഷൻ ആണ്, ട്രാൻസ്പെറൻസി ഉണ്ട്, കൺട്രോൾ ഉണ്ട്, അക്യുറസി ഉണ്ട്, സ്പീഡ് ഉണ്ട്, സ്കെയിലബിലിറ്റി ഉണ്ട്, റിയലബിലിറ്റി ഉണ്ട്, പെർഫോമൻസ് വെരി അക്യുറേറ്റ്. പിന്നെ നമ്മൾ ഗ്രൂപ്പ് ഓഫ് അക്കൗണ്ട്സ്, നമ്മൾ അക്കൗണ്ട്സിനെ നമ്മളിങ്ങനെ നമ്മൾ അക്കൗണ്ടിങ് നമ്മൾ കമ്പ്യൂട്ടർ യൂസ് ചെയ്ത് നമ്മൾ ചെയ്യുമ്പോൾ കാര്യങ്ങൾ ഒന്നുകൂടെ സിസ്റ്റമാറ്റിക് ആണെന്നുണ്ടെങ്കിൽ നമുക്കത് ഈസി ആയിട്ട് പ്രോസസ്സ് ചെയ്യാനും ഇത് മനസ്സിലാക്കാനും ചെയ്യാനും പറ്റും. സോ അതിന് വേണ്ടിയിട്ട് അക്കൗണ്ട്സിനെ പല പല ഗ്രൂപ്പ് ആക്കിയിട്ടുണ്ട്. അക്കൗണ്ട് ഇക്വേഷൻ എന്താണെന്നുള്ളതായിരിക്കും. അതിനുശേഷം ഫിക്സ്ഡ് അസറ്റ് നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തു. അസറ്റ് തന്നെ ഫിക്സ്ഡ് അസറ്റും കറണ്ട് അസറ്റ്. ഫിക്സ്ഡ് അസറ്റിലാണ് ലാൻഡ്, ബിൽഡിംഗ്, പ്ലാന്റ്, മെഷീനറി, എക്യുപ്മെന്റ്സ്, അങ്ങനെ കുറേ കാര്യങ്ങൾ. പിന്നെ കറണ്ട് അസറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു വർഷത്തിൽ താഴെ ഉപയോഗിക്കുന്ന അസറ്റിനെയാണ് നമ്മൾ കറണ്ട് അസറ്റ്, ഒരു വർഷത്തിൽ കൂടുതൽ ഉപയോഗിക്കുന്നതിന് നമ്മൾ ഫിക്സ്ഡ് അസറ്റ് എന്നും പറയും. ഓക്കെ, പിന്നെ ഷെയർ ക്യാപിറ്റൽ ഉണ്ട്. ക്യാപിറ്റലിന് രണ്ടെണ്ണം, ഷെയർ ക്യാപിറ്റൽ, റിസർവ്. എന്താ റിസർവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? റിസർവ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ റിസർവും ജനറൽ റിസർവ്. അതിനെക്കുറിച്ച് നമ്മൾ ഇൻ ഡീറ്റെയിൽ ആയിട്ട് ഫ്യൂച്ചറിൽ പഠിക്കും. പക്ഷേ ബാലൻസ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അതും ഒരു തരം റിസർവ് ആണ്, അല്ലെങ്കിൽ അതൊരു തരം സർപ്ലസ് ആണ്. ഓക്കെ, ഇനി ലാബിലിറ്റീസിലോട്ട് വന്നു കഴിഞ്ഞാൽ അത് രണ്ട് തരം ഉണ്ട്, സെക്യൂർഡ്, അൺസെക്യൂർഡ് ലോൺ. സെക്യൂർഡ് ലോൺസ് എന്താണെന്ന് പറഞ്ഞാൽ സെക്യൂരിറ്റി വെച്ചിട്ടാണ് നമ്മൾ ലോൺ എടുത്തുകഴിഞ്ഞാൽ സെക്യൂർഡ് ലോൺ. സെക്യൂരിറ്റി ഒന്നും ഇല്ലാതെ ജസ്റ്റ് ഒരു ലോണാണ് എടുത്തിട്ടുണ്ടെങ്കിൽ അൺസെക്യൂർഡ് ലോൺ എന്നും പറയും. ഓക്കെ, പിന്നെ ക്രെഡിറ്റേഴ്സ്, പ്രൊവിഷൻസ് എന്താണെന്നുള്ളതൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യും. പിന്നെ റവന്യൂസ് പറയുന്നത് സെയിൽസ്, അതർ ഇൻകം. ഓക്കെ, പിന്നെ എക്സ്പെൻസും അതുപോലെ തന്നെ. ഇനി അതിന് ഒന്നുകൂടെ ജസ്റ്റ് ഇങ്ങനെ ഹൈയാർക്കിക്കൽ, അതായത് ഒരു പാറ്റേൺ ഉണ്ട്, ആ പാറ്റേൺ പ്രകാരം അല്ലെങ്കിൽ അതിനൊരു ഓർഡർ ഉണ്ട്, അതുപോലെയാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ഈ ഫിക്സ്ഡ് അസറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ഇത് ചെയ്യുന്നത്. ഇത് ജസ്റ്റ് ഒന്നൊന്ന് മനസ്സിലാക്കാം. ദർ ഈസ് എ ഹൈറാർക്കിക്കൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഗ്രൂപ്പ്സ് ആൻഡ് ഇറ്റ്സ് കോമ്പോണൻസ്. ഗ്രൂപ്പ്സും അതിന്റെ കോമ്പോണൻസും എന്തുണ്ട്, ഒരു ഹൈറാർക്കിക്കൽ എന്ന് പറഞ്ഞാൽ എന്താ, ആദ്യം ഫസ്റ്റ് ഇന്ന ആൾക്കാണ് മുൻഗണന, അതിന് ശേഷം അതിന് ശേഷം അങ്ങനെ ഒരു ഒരു ഓർഡർ ഉണ്ട്. In order to maintain hierarchical relation between the group and subgroup, subgroup, ഒരിക്കലും proper codification is required to ensure needless classification. അപ്പോൾ നമ്മുടെ ഈ കാര്യങ്ങളൊക്കെ നീറ്റായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു എന്ത് വേണം, കാര്യങ്ങൾ ഇതാണ്. അപ്പോൾ നോക്കണം മെയിൻ കോഡ്. ഫസ്റ്റ് നമ്മൾ നോക്കണം മെയിൻ കോഡ് എന്താ, അസറ്റ്. അസറ്റിന്റെ അടിയിൽ തന്നെ വീണ്ടും അതിന്റെ താഴെയുള്ളതാണ് ഫിക്സ്ഡ് അസറ്റ്. കാരണം അസറ്റിന് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, അതാണ് കറണ്ട് അസറ്റും ഫിക്സ്ഡ് അസറ്റും.
ഫിക്സഡ് അസറ്റ് ഞാൻ എന്തായാലും നേരത്തെ ആൾറെഡി പറഞ്ഞു. എന്താണ് ഫിക്സഡ് അസറ്റ് എന്ന് പറഞ്ഞാൽ മോർ ദാൻ 1 ഇയർ യൂസ് ചെയ്യുന്നതാണ് ഫിക്സഡ് അസറ്റ്. അതിൽ തന്നെ അക്കൗണ്ടന്റ് കോഡ് എന്ന് പറയുന്നത് എന്താ, എന്തൊക്കെ സാധനങ്ങളാണ്, ലാൻഡ് അല്ലെ, മോർ ദാൻ 1 ഇയർ ആയി സാധാരണ യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ അത് ഫിക്സഡ് അസറ്റ് ആണ്. ബിൽഡിങ് നമ്മൾ 1 വർഷത്തിന് വേണ്ടിയിട്ട് ബിൽഡിംഗ് ആയിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഷെൽട്ടറൊക്കെ കയറ്റുകയാണെങ്കിൽ വേണമെങ്കിൽ അത് കറണ്ട് അസറ്റ് ആയിട്ട് വേണമെങ്കിൽ ട്രീറ്റ് ചെയ്യും. പിന്നെ പ്ലാന്റ് ആൻഡ് മെഷീനറി സാധാരണ ഇലക്ട്രിക്കൽ ഇൻസ്റ്റാളേഷൻ, ഇപ്പോൾ വയറിങ്, വെഹിക്കിൾസ് വണ്ടികൾ, ഫർണിച്ചർ ആൻഡ് ഫിക്ചേഴ്സ്, കമ്പ്യൂട്ടേഴ്സ്, ഇത്രയും കാരണമൊക്കെ നമുക്ക് എന്തായാലും ട്രീറ്റ് ചെയ്യാറുള്ളത് ഫിക്സഡ് അസറ്റ് ആയിട്ട്. അതുകൊണ്ടോ മെയിൻ കോഡ്, സബ് കോഡ്. മെയിൻ എന്ന് പറയുന്ന അസറ്റിന് സബ് കോഡ് എന്ന് പറഞ്ഞാൽ ഫിക്സഡ് അസറ്റ്. അതിൽ അക്കൗണ്ട് കോഡ് പറയുമ്പോൾ എന്തൊക്കെയാണ് ഇത്. ഓക്കെ, ഉണ്ടോ ഇവിടെ മെയിൻ, സബ്, അക്കൗണ്ട്, ഹെഡ്. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, അത് ട്രീറ്റ് ചെയ്യുന്നത്. Then an example for code of lands will be 11,001. അപ്പൊ നോക്കണം, ഫസ്റ്റ് വൺ ഉണ്ട് അസറ്റ് എന്നുള്ളത് നമ്മളിവിടെ 1 കൊടുക്കും, സബ് കോഡ് എന്താ 1. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ലാൻഡിന്റെ കോഡ് എങ്ങനെ പറയാം, ഇവിടെ നോക്കിയേ 1 മെയിൻ കോഡ് 1, സബ് കോഡ് 1, പിന്നെയോ അതിൽ അക്കൗണ്ട് കോഡ് 001. ഇപ്പൊ ലാൻഡിന്റെ കോഡ് ഇതായിരിക്കും. ബിൽഡിങ്ങിന്റെ കോഡ് എന്താ വരിക 1 കാരണം അസറ്റ് ആണ്. ഫസ്റ്റത്തെ 1 അസറ്റ് ആണെന്നുള്ളതിന്, രണ്ടാമത്തെ ഫിക്സഡ് അസറ്റ് ആണെന്നുള്ളതിന് 1, പിന്നെ ബിൽഡിങ്സ് ആണെന്നുള്ളതിന് 0. അതാണ് ഓരോന്നിനും ഫിക്സഡ് സെപ്പറേറ്റ് ആൻഡ് യൂണീക് കോഡ് ആയിരിക്കും. അടുത്തതോ 11,003, അടുത്തതോ 11,004. അതുപോലെ തന്നെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വെഹിക്കിൾസിന്റെ ഫർണിച്ചറിന്റെ ഒന്ന് എഴുതി നോക്കി, കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ടോ, എഴുതിയോ, ജസ്റ്റ് ഒരു വെയിറ്റ് ചെയ്യാം. ഇങ്ങനെ ആയിരിക്കും കിട്ടുന്നുണ്ടാവും 011,005, 11,006. കമ്പ്യൂട്ടേഴ്സിന്റെ എങ്ങനെ വരിക 11,007. ഫസ്റ്റത്തെ 1 എന്താ മെയിൻ കോഡ്, രണ്ടാമത്തെ 1 എന്താ സബ് കോഡ്, പിന്നെ അതിൽ അക്കൗണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിനെ മെൻഷൻ ചെയ്യുന്നത്. ഇറ്റ് ഹാസ് been considered the enterprise as a single unit price. The enterprise have more than 1 unit, then code given as the code may be given for the unit also. ഈ കൂടുതൽ കോഡ് എന്താ പറയുക ഐറ്റംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് പല കോഡിംഗ് മെത്തേഡ്സ് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഓരോ യൂണിറ്റിനും നമുക്ക് ഡിഫറെന്റ് കോഡ് വേണമെങ്കിൽ കൊടുക്കാമെന്ന് പറയാം. കോഡ് മേ സിമിലർലി ബി ഗിവൺ ഫോർ ഇൻവെസ്റ്റ്മെന്റ്, കറണ്ട് അസറ്റ്, ഇതിനൊക്കെ നമ്മൾ കൊടുക്കും. ഇപ്പൊ നോക്കണം, ഇനി അടുത്തൊരു സെക്ഷൻ. ഫസ്റ്റത്തിൽ അസറ്റ്, അതിന് ഫിക്സഡ് അസറ്റ് കഴിഞ്ഞു. ഇനി അടുത്തതാണ് കറണ്ട് അസറ്റ്. കറണ്ട് അസറ്റ് നോക്കണം, അല്ലെങ്കിൽ ഇപ്പോൾ നോക്കണം ഫോർ എക്സാമ്പിൾ ലയബിലിറ്റീസിന്റെ കാര്യത്തിൽ ആണെങ്കിൽ കറണ്ട് അസറ്റിന് നമുക്ക് വേറൊരു കോഡ് കൊടുക്കാം. ലയബിലിറ്റീസ് നോക്കാം, ഫസ്റ്റ് ഉണ്ട് അതിൽ ഫസ്റ്റ് ലയബിലിറ്റീസ് മെയിൻ കോഡ് 2, രണ്ടാമത്തെ അതിൽ സബ് കോഡ് എന്ന് പറഞ്ഞാൽ സെക്യൂർഡ് ലോൺ. ഓക്കെ, പിന്നെ അടുത്ത സബ് കോഡ് വേണമെങ്കിൽ നമുക്ക് 2 കൊടുക്കാം. പിന്നെ അതിൽ 3 ഉണ്ട്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ട്, പഞ്ചാബ് നാഷണൽ ബാങ്കിൽ നിന്ന് എടുത്തിട്ടുണ്ട്, ICICI നിന്ന് എടുത്തിട്ടുണ്ട്, ആക്സിസ് ബാങ്കിൽ നിന്ന് എടുത്തിട്ടുണ്ട്. നോക്കാം അതിന് എന്താ പറയുക അക്കൗണ്ട് ഓരോ അക്കൗണ്ട് ഉണ്ടോ. ഇപ്പൊ നോക്കിക്കോ, എക്സാമ്പിൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അക്കൗണ്ടിങ് കോഡ് എന്താ 21,005. ഫസ്റ്റത്തെ 2 എന്താ മെയിൻ കോഡ്, രണ്ടാമത്തെ 1 എന്താ സെക്യൂർഡ് ആണെന്നുള്ളത്, പിന്നെ 001 എന്ന് പറയുന്നത് എന്താ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അങ്ങനെയാണ് അത് വരുന്നത്. അതുപോലെ ഇവിടെ ഓരോ ക്ലാസിഫിക്കേഷൻസ് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ജസ്റ്റ് വായിച്ച് നോക്കും. അതുപോലെ തന്നെ ഇവിടെ വേറെ കോഡിനെ പറ്റിയിട്ടൊക്കെ ടെലഫോണിന്റെ ഒക്കെ ഉണ്ട്, അവിടെ 46 എക്സ്പെൻസസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് അസറ്റ് മേ ബി ഗിവൺ കോഡ് എ അസറ്റ്. ഇപ്പൊ ഈ നമ്പേഴ്സും അതല്ല, നമ്മൾ എങ്ങനെയാണ് കോഡ് കൊടുക്കേണ്ടത് എന്നുള്ളതൊക്കെ നമ്മൾ അറിയാം. ഇത് എന്തിനാണ് കൊടുക്കുന്നത് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാനും കാര്യങ്ങളും നോക്കാം. ഇപ്പൊ നോക്കിക്കപ്പോ നമ്മുടെ അസറ്റിന് വേണമെങ്കിൽ എ എന്നും ഫിക്സഡ് അസറ്റിന് വേണമെങ്കിൽ എഫ് എന്നും, പിന്നെ അങ്ങനെ AF001 ആണെങ്കിലും എന്ത് ചെയ്യാം, അങ്ങനെ വേണമെങ്കിലും കൊടുക്കാം, നോ ഇഷ്യൂ. ഓക്കെ, അക്കൗണ്ട്സ് വേർ റോങ്ലി കോഡഡ്. ഇനി തെറ്റായിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിൽ എറർ ഓഫ് ലയബിലിറ്റി ട്രീറ്റഡ് ആസ് ഇൻകം വൈസ്.
അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇനി പ്രോസസ്സിംഗ് ഓഫ് ഗ്രൂപ്പിംഗ് ഓഫ് അക്കൗണ്ട്സ് ഈസ് ബേസിക് ആൻഡ് ഫണ്ടമെന്റൽ റിക്വയർഡ് ഫോർ പ്രൊഡ്യൂസിങ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. ഇങ്ങനെ ഈ ഗ്രൂപ്പിംഗ് ഇതൊക്കെ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഗ്രൂപ്പിംഗ് ഓഫ് അക്കൗണ്ട്സ് എന്ന് പറയുന്നത് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടാക്കാനുള്ള ബേസിക് ഫണ്ടമെന്റ്സ്. ഇതൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫൈനാൻഷ്യൽ എന്താ പറയുക സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. കാരണം നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടിനനുസരിച്ചായിരിക്കും എന്തുണ്ടാവുക, ഒരു ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. ഇനിയാണ് അടുത്താണ് യൂസിങ് സോഫ്റ്റ്വെയർ CAS, അതായത് കമ്പ്യൂട്ടറൈസ്ഡ് എന്താ പറയുക കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. There is two basic activities of CS. CS രണ്ട് എന്താ പറയുക ആക്ടിവിറ്റീസ് ഉള്ളത്, വൺ ടൈം ആക്ടിവിറ്റീസ് ആൻഡ് റിക്കറിങ് ആക്ടിവിറ്റീസ്. രണ്ട് തരം. എന്ന് പറയുന്നത് ചിലതൊക്കെ ഒരു തവണ ചെയ്താണ് വൺ ടൈം ആക്ടിവിറ്റീസ് ഉണ്ട്, ചിലത് റിക്കറിങ് വീണ്ടും ചെയ്യേണ്ട ആക്ടിവിറ്റീസ്. വൺ ടൈം ആക്ടിവിറ്റീസ് എന്ന് പറയുന്നുണ്ട്. വൺ ആക്ടിവിറ്റീസ് ഇൻക്ലൂഡ്, അതെന്ത് ഇൻക്ലൂഡ്, ക്രിയേഷൻ ഓഫ് ഓർഗനൈസേഷൻ ഡീറ്റെയിൽസ്. അപ്പോൾ ഫോർ എക്സാമ്പിൾ എവിടെയാണ് അഡ്രസ്സ്, ഇപ്പോൾ കമ്പനിയുടെ അഡ്രസ്സ്, ഇപ്പോൾ എന്ന് പറഞ്ഞ കമ്പ്യൂട്ടറിലൈസ്, ഇപ്പോൾ നമ്മളൊക്കെ ചെയ്യുന്ന കമ്പ്യൂട്ടറിലാണ്. സോ നമ്മളങ്ങനെ കമ്പ്യൂട്ടറിൽ ചെയ്യുമ്പോൾ അല്ലേ, നമ്മൾ ഈ കമ്പ്യൂട്ടർ നമ്മുടെ ബിസിനസ്സിന്റെ പേരെന്താണ്, ബിസിനസ്സിന്റെ എന്താ പറയുക, ബിസിനസ്സിന്റെ അഡ്രസ്സ് എവിടെയാണ്, ബിസിനസ്സിന്റെ ഓണർ ആരാണ്, ഇതൊക്കെ മിക്കവാറും ഒരു തവണ ചെയ്താൽ മതി. അപ്പൊ അതിനെ പറയുന്നത് വൺ ടൈം ആക്ടിവിറ്റീസ്. ഓക്കെ, അതിനാണ് അക്കൗണ്ടിങ് ഇയർ, ഏത് അക്കൗണ്ടിങ് ഇയർ അതുകൊണ്ട് ഒരു തവണ കൊടുത്താൽ മതി, പിന്നെ അത് ഓട്ടോമാറ്റിക് എന്തായാലും മാറി വന്നു. ഓക്കെ, അപ്പൊ ഇതിന് ടൈപ്പ് ഓഫ് ലെഡ്ജർ. അപ്പൊ ഇങ്ങനെ ഒരു ടൈം ക്രിയേറ്റ് ചെയ്യുന്ന വളരെ മേജർ ആയിട്ടുള്ളതിന് പറയുന്ന പേരാണ് ഇതിന് ആൾസോ കോൾഡ്, ഇതിന് നമ്മൾ പറയുന്നത് ക്രിയേഷൻ ഓഫ് മാസ്റ്റർ ഫയൽ എന്ന് പറയുന്നത്. മാസ്റ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡാറ്റ ഉണ്ടാവില്ല, അതിന് നമ്മൾ മാസ്റ്റർ ഡാറ്റ, നമ്മുടെ മേജർ ഡാറ്റനെ പറയുന്നത് മാസ്റ്റർ. While recurring activities include entry of transaction, അല്ലെ ഓരോ എൻട്രി ഒരു വട്ടത്താൽ മതി, ഇല്ല ജനറേഷൻ ഓഫ് റിപ്പോർട്ട്സ്, പല റിപ്പോർട്ട്സുകൾ എടുക്കുക, റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ്, അതുപോലെ തന്നെ പല എറേഴ്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ, അതിൻ്റെയൊക്കെ ഓരോ റിപ്പോർട്ട്സ് എടുക്കുക എന്ന് പറയുന്നത് ഇതൊക്കെ എന്താ റിക്കറിങ്, പല ഒരു വർഷത്തിൽ തന്നെ നമ്മൾ ഒരുപാട് തവണ ചെയ്യും. ഓക്കെ, റിക്കറിങ് എന്ന് പറഞ്ഞാൽ റിപ്പീറ്റ്, എന്നാണ് മീനിങ് കേട്ടോ. The transactions are recorded on the basis of cash basis, bank basis, purchase basis. ഇതൊക്കെ നമ്മൾ എന്താണ് ആൾറെഡി ഡിസ്കസ്, സെയിൽ basis, ജേണൽ basis. ഓക്കെ, റിപ്പോർട്ട് ഇൻക്ലൂഡിങ് ജനറേഷൻ ഓഫ് ഡേ റിപ്പോർട്ട്സ് എന്ന് പറഞ്ഞാൽ ഡേ ബുക്ക്, ഒരു ദിവസത്തിൽ എത്ര പൈസ എന്നുള്ളത്, ലെഡ്ജർ നോക്കേണ്ടി വരും, ട്രയൽ ബാലൻസ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, ക്യാഷ് ഫ്ലോ. അപ്പൊ നോക്കണം, രണ്ട് തരം ആക്ടിവിറ്റീസ് ഉള്ളത്. ഒന്ന് നമ്മൾ CAS-ലൂടെ, അതായത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് എന്താ പറയാ വൺ ടൈം ആക്ടിവിറ്റി. അതിന് നമ്മൾ എന്താ പറയാ മാസ്റ്റർ ഫയൽസ് അല്ലെങ്കിൽ ക്രിയേഷൻ ഓഫ് മാസ്റ്റർ ഫയൽസ്. പിന്നെ റിക്കറിംഗ് ആയിട്ടുണ്ടാവും, ഇപ്പോൾ എൻട്രി ഇടുക, അതുപോലെ തന്നെ പല റിപ്പോർട്ട്സ്, അതൊക്കെ റിക്കറിംഗ് ആക്ടിവിറ്റി. പിന്നത്തെ രണ്ട് ആക്ടിവിറ്റീസ് ആണ് മെയിൻലി എന്ത് ചെയ്യുന്നത് CS ചെയ്യുന്നത്. ഇനി അടുത്താണ് സെക്യൂരിറ്റി ഫീച്ചേഴ്സ് ഓഫ് CS സോഫ്റ്റ്വെയർ. എവറി അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ എൻഷുർ ദ ഡാറ്റ സെക്യൂരിറ്റി. ഡാറ്റ പോയി കഴിഞ്ഞാൽ എല്ലാം പോയടാ, നമ്മൾ അക്കൗണ്ട് ചെയ്തു, പക്ഷെ ഡാറ്റ എല്ലാം കൂടെ ഒരു ദിവസം പോയി കഴിഞ്ഞാൽ പോയില്ലടാ. അതുപോലെ തന്നെ സേഫ്റ്റി, അതിന്റെ കോൺഫിഡൻഷ്യാലിറ്റി, വേറെ ത്രെട്ട് ഉണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പൊ ഫോർ എവറി സോഫ്റ്റ്വെയർ പ്രൊവൈഡ് ദ ഫോളോയിങ്, താഴെയുള്ളത് പറയുന്നതൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്നത് അത് ഏകദേശമൊക്കെ പ്രൊട്ടക്റ്റഡ് ആണ്, അല്ലെങ്കിൽ അത്രയ്ക്ക് ഏകദേശം സേഫ് ആണെന്നുള്ളത് പറയാൻ പറ്റും. അപ്പൊ ഏതൊക്കെ കാര്യങ്ങളാണ് ഒരു സോഫ്റ്റ്വെയർ CS സോഫ്റ്റ്വെയർ എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്നത് താഴെ പറയും. സോ ഇപ്പൊ നമ്മള് സെക്യൂരിറ്റിക്ക് നോക്കുന്ന പോയിന്റ്സ് ഓരോന്നായിട്ട് വന്നായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വൺ നോക്കിക്കോ, തുടങ്ങിയാലോ. ഫസ്റ്റ് വണ്ണാണ് എന്ത്, പാസ്വേഡ് സെക്യൂരിറ്റി. പാസ്വേഡ് ഈസ് എ മെക്കാനിസം, നമുക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെ, നമ്മുടെ മൊബൈലിലും പല ആപ്പിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ. ഫസ്റ്റ് പാസ്വേഡ് സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ password is a mechanism which enables a user to access the system of included data. The system facilitates different users right according to organization policy. എന്ത് പാസ്വേഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ചില ആളുകൾക്ക് ആ പാസ്വേഡ് ആർക്കൊക്കെ അറിയാമോ അവർക്ക് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ ആ ഡാറ്റയിലോട്ടുള്ള അതിലോട്ട് എൻ്റർ ചെയ്യാനുള്ള ഒരു അവസരം കൊടുക്കുന്നുള്ളൂ, മനസ്സിലാവും. ദാറ്റ്സ് എന്താ പറയുക, അല്ലെങ്കിൽ അവർക്ക് മാത്രമേ എൻ്റർ ചെയ്യാൻ പറ്റൂ.
ദാറ്റ്സ് ഒരു സെക്യൂരിറ്റി സിസ്റ്റമാണ് പാസ്വേഡ്. നമുക്കറിയാലോ. A person and organization may access to a particular data while maybe denied access under set of data. അപ്പൊ നമ്മൾ വേണമെങ്കിൽ ഓരോ ഡാറ്റക്കും വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, പാസ്വേഡ് സെറ്റ് ചെയ്യാം. പക്ഷെ ആ പാസ്വേഡ് അറിയുന്നവർക്ക് മാത്രം എന്ത് ചെയ്യും, അതെന്ന് പറയുന്നത് സെക്യൂരിറ്റി സിസ്റ്റം. പാസ്വേഡ് ഈസ് ദ കീ കോഡ് ടു അലോ ആക്സസ് ടു എ സിസ്റ്റം. ഒരു സിസ്റ്റത്തിലോട്ട് എൻ്റർ ചെയ്യാൻ നമുക്കൊരു പാസ്വേഡ് സെറ്റ് ചെയ്താൽ ആ പാസ്വേഡ് അറിയുന്നവർക്ക് മാത്രം എന്ത്. അടുത്തതാണ് ഡാറ്റ ഓഡിറ്റ്. എന്താ ഡാറ്റ ഓഡിറ്റ്? ഇത് നിങ്ങൾ കേൾക്കാത്തതായിരിക്കും. ഫസ്റ്റ് പാസ്വേഡ് എല്ലാവർക്കും അറിയുന്നതായിരിക്കും. എന്താ ഡാറ്റ ഓഡിറ്റ്? These features enables one you to know as who and what changes have been made in the original data, thereby helping and fixing the responsibility of person who have manipulated data and also to the data integrity. Basically, this feature is similar to audit side. ഇതെന്താ വെച്ചാൽ നോക്കണം, ഇത് ഫീച്ചർ. ഈ ഫീച്ചർ എന്താണ്? ഓഡിറ്റ്, ഡാറ്റ ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? enables one to know as who and what changes. ഒരാളിപ്പോൾ കുറെ പേര് നമ്മളിപ്പോൾ ചില എന്താ പറയുക ടാലിയിലൊക്കെ അസിസ്റ്റന്റ്, അതായത് നമ്മളിപ്പോൾ ഒരു ടാലി പല ആൾക്കാർ പല എൻട്രി. സോ ടാലി നിങ്ങൾ കേൾക്കാത്ത ആൾക്കാരുണ്ടാവും. സോ ടാലിയിലൊക്കെ നമ്മൾ ഒരു എൻട്രി ഇട്ട് കഴിഞ്ഞാൽ അത് ആരാണ് എപ്പോഴാണ് ഇതൊക്കെ ടൈമിൽ കൃത്യമായിട്ട് എന്ത് ചെയ്യും, നമുക്കതിന് റിട്രൈവ് ചെയ്തെടുക്കാൻ പറ്റും, നമുക്കതിന് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. ദാറ്റ് ഈസ് ദ ഇമ്പോർട്ടൻ്റ് ഓഫ് ഡാറ്റ ഓഡിറ്റ്. അപ്പോൾ ഡാറ്റ ഓഡിറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഓരോ കാര്യങ്ങളും ആരാണത് എന്താ പറയാ, ആരാണത് ചേഞ്ച് ചെയ്തത്, ആരാണത് മാറ്റം വരുത്തിയത്, ആരാണത് എൻട്രി ചെയ്തത്, കാര്യങ്ങളൊക്കെ അടുത്താണ് ഡാറ്റ വാൾ. വാട്ട് ഈസ് ഡാറ്റ വാൾ? സോഫ്റ്റ്വെയർ ടു പ്രൊവൈഡ് അഡീഷണൽ സെക്യൂരിറ്റി ത്രൂ ദ ഡാറ്റ എൻക്രിപ്ഷൻ. എന്താ എൻക്രിപ്ഷൻ നോക്കിക്കോ, നിങ്ങൾ പലയിടത്തും കേട്ടിട്ടുണ്ടോ, എന്താണെന്ന് നമുക്ക് മനസ്സിലാവും. ഒന്ന് നോക്കിക്കോ. എസെൻഷ്യലി scrambles the information so as to make interpretation extremely difficult, almost impossible. Thus, the encryption ensures the security of data even if lands in wrong hands. Okay, because the received data is not able to decode and interpret it. ഇനി ശരിക്കും പറഞ്ഞാൽ എങ്ങനെ മനസ്സിലാക്കാൻ വേണ്ടി ഡാറ്റ വാൾട്ട് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ ഒന്നുകൂടെ ഡാറ്റ ഒന്നുകൂടെ സെക്യൂർ ആക്കാൻ വേണ്ടിയിട്ട്. മനസ്സിലായി? അഥവാ നമ്മളെടുത്ത് റോങ് ഹാൻഡ്സ്, നമ്മൾ ഏതെങ്കിലും എന്താ പറയുക ത്രെട്ടുള്ള ലൈക്ക് എന്താ പറയുക ഹാക്കേഴ്സിൻ്റെ അടുത്ത് ഇവരുടെ കിട്ടിയാൽ പോലും അവർക്കൊരു പരിധിയിൽ കൂടുതൽ അതെന്ത് ചെയ്യാൻ പറ്റില്ല, റിട്രൈവ് ചെയ്തെടുക്കാൻ പറ്റില്ല. അപ്പോൾ ഒന്നുകൂടെ സെക്യൂരിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് ഡാറ്റ വാൾട്ട്. ഇപ്പം നമ്മുടെ വാട്സപ്പ് കൊടുക്കുമ്പോൾ ജസ്റ്റ് കോൾ ചെയ്യുന്ന വേണ്ടിയിട്ട് ഡാറ്റ എൻക്രിപ്റ്റഡ് എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി കാണിച്ചു. അതൊക്കെ എന്താ, ഹൈലി സെക്യൂർഡ് ആണ് ഡാറ്റ. മനസ്സിലാവും. പിന്നെ അപ്പോൾ അതോടുകൂടെ എന്ത് കഴിഞ്ഞു, അതിൻ്റെ ഇത് കഴിഞ്ഞു. അപ്പോൾ ഈ 3 കാര്യങ്ങൾ നോക്കേണ്ടത്: പാസ്വേഡ് സെക്യൂരിറ്റി, ഡാറ്റ ഓഡിറ്റ്, ഡാറ്റ. ഇത്ര മാത്രം നോക്കാം. 3 കാര്യം. ഏതൊക്കെയായിരുന്നു? പാസ്വേഡ് സെക്യൂരിറ്റി, ഡാറ്റ ഓഡിറ്റ്, ഡാറ്റ. ഇനി software of computerized accounting system. Computers with the help of application software perform same functions or that carried on when the accounting done manually is discussed. അപ്പോൾ നമ്മൾ മാനുവലി ആയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവുമല്ലോ. അക്കൗണ്ടിങ് നമ്മൾ ഡിസ്കസ് ചെയ്ത ഓരോ കാര്യങ്ങളും നമ്മൾ മാനുവലി ചെയ്യാറുണ്ടാവും. അതുകൊണ്ട് ഈ അക്കൗണ്ടിങ് ഒന്നും ഇല്ലാത്ത കാലത്തും നമ്മൾ കാര്യങ്ങൾ വ്യക്തമായിട്ടും ഇതായിട്ടും ചെയ്തിട്ടുണ്ടാവും. ഇപ്പോഴാണ് അക്കൗണ്ടിങ് വന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഒന്നുകൂടെ സ്പീഡാക്കാൻ വേണ്ടിയിട്ടും ഫാസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ടും നമ്മുടെ എന്ത് ചെയ്തു, മാനുവലി ഉള്ള കൺസെപ്റ്റിനെ നമ്മൾ നേരെ കമ്പ്യൂട്ടറൈസ് ആക്കി. സോ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് അത് എന്തൊക്കെ കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത് ഈ കമ്പ്യൂട്ടറൈസ്ഡ് സിസ്റ്റത്തെ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. ഫസ്റ്റ് വന്ന് നോക്കിക്കോ, എന്തൊക്കെയാണ് അപ്പോൾ ഈ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്, അതായത് കമ്പ്യൂട്ടറിലോട്ട് അക്കൗണ്ടിങ് വന്നപ്പോൾ വാട്ട് ആർ ദ ബെനിഫിറ്റ്സ്, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ കീപ്പ് ചെയ്യേണ്ടി വന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്കത് മനസ്സിലാക്കേണ്ടി വന്നത്, സിമ്പിളായിട്ട് ചെയ്യേണ്ടി വന്നത്, അല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെ അതുകൊണ്ട് ഉപയോഗിക്കും. ഫസ്റ്റ് ഒന്നാണ് പേറോൾ പ്രോസസ്സിംഗ്. പേറോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? പേയ്മെന്റ് കൊടുക്കുക എന്നുള്ളത്. പേയ്മെന്റ് കൊടുക്കാനൊക്കെ പേറോൾ പ്രോസസ്സിംഗ് മീൻസ് പ്രിപ്പറേഷൻ ഓഫ് സാലറീസ് ആൻഡ് വേജസ് അക്കൗണ്ടിങ് എലോങ് വിത്ത് the leaves records, deduction, provident fund. പേറോൾ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല,
പണ്ടൊക്കെ അപ്പോൾ കുറേ ഇപ്പോൾ ഈ PSI അതുപോലെ തന്നെ എന്താ പറയുക ESI എന്നൊക്കെ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പല പല ഫണ്ട്. ഇപ്പോൾ നിങ്ങളും ഒരു വർക്ക് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഒരു സിസ്റ്റമാറ്റിക് കമ്പനിയിലൊക്കെ രജിസ്റ്റർ ചെയ്ത കമ്പനിയിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ ഇതൊക്കെ കട്ട് ചെയ്തിട്ട് കുറേ ഡിഡക്ഷൻസ് ഒക്കെ ഉണ്ടാവില്ലേ? അപ്പോൾ നിങ്ങളുടെ ബെനിഫിറ്റിന് വേണ്ടിയിട്ട് തന്നെ. സോ ആ ഡിഡക്ഷനെ കഴിഞ്ഞിട്ടുള്ള എമൗണ്ട് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ അവിടെ ഒരു പോളിസി ഉണ്ടാവും. ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ ഇപ്പോൾ ഒരു കമ്പനിയിൽ ഞാൻ അവിടെ പേറോൾ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവും. സോ അതിലൊക്കെ നമ്മൾ നോക്കണ ഇപ്പോൾ 10ന്റെ മുകളിൽ ഇത് എന്താ പറയുക ലീവ്സ് എടുത്തു കഴിഞ്ഞാൽ അവർക്ക് പല പല ബെനിഫിറ്റ് ഒഴിവാകും. അപ്പോൾ 10ന് താഴെ ലീവ് എടുക്കാൻ പറ്റും. അപ്പോൾ 10ന് താഴെ ലീവ് എടുത്താലും അതിനൊരു ഇലക്ഷൻസ് ഉണ്ടാവും. സോ അതുപോലെ തന്നെ മിനിമം ലീവ് എടുക്കുകയാണെങ്കിൽ ചിലർക്ക് 2 ആയിരിക്കും. 2 ലീവേഴ്സ് ഒരു മന്തിൽ എടുക്കാൻ. അതിനേക്കാൾ കൂടുതൽ കഴിഞ്ഞാൽ എന്ത് ചെയ്യും? സാലറി കട്ട്. സോ അങ്ങനത്തെ കാര്യങ്ങളുണ്ടാവും. അങ്ങനത്തെ കാര്യങ്ങളിൽ അപ്പോൾ അവരുടെ സാലറി കമ്പ്യൂട്ട് ചെയ്യും. അതിനാണ് ഈ പേറോൾ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ചില അക്കൗണ്ടിങ് സിസ്റ്റത്തിലൊക്കെ നമുക്ക് ഇങ്ങനെ പേറോൾ പ്രോസസ്സിംഗ് കറക്റ്റായിട്ട് ഒരു ക്ലിക്കിൽ എന്ത് ചെയ്യും? നമുക്ക് ഹോൾ സാലറി എത്ര കിട്ടി, സാലറി എത്ര അഡ്വാൻസ് കൊടുക്കും, ചിലപ്പോൾ നമ്മൾ അഡ്വാൻസ് കൊടുക്കും, ഇനി എത്ര കൊടുക്കാണ്ടെന്നുള്ളത് നമുക്ക് ഓൺലൈൻ ഉപയോഗിച്ച് നമ്മൾ സിമ്പിളായിട്ട് കണ്ടെത്താം. ചില ഇതിലൊക്കെ ഇപ്പോൾ പല പല റേസർ പേ എന്ന് പറഞ്ഞിട്ടുള്ള പല സിസ്റ്റംസ് ഉണ്ട്. അതിലൊക്കെ ഓട്ടോ പേയ്മെന്റ് വരെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഓട്ടോമാറ്റിക്കലി നമ്മൾ അക്കൗണ്ടിൽ നിന്ന് പൈസ എടുത്തിട്ട് ആളുടെ അക്കൗണ്ടിലോട്ട് കൊടുത്തിട്ടുണ്ടാവും. ആൾറെഡി ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എന്താ പറയുക, പേറോൾ പ്രോസസ്സിംഗ്. കുറച്ച് നമുക്ക് താഴോട്ട് വായിച്ചു നോക്കാൻ വേണമെന്നുണ്ടെങ്കിൽ leave records as the part of drivers as salary wages are typically taken into account when take. ഇപ്പോൾ അവരുടെ ഫണ്ട് സ്റ്റേഷൻ അപ്പോൾ നോക്കിയിട്ട് കോൺട്രിബ്യൂട്ട് ബൈ PF ഉം ESI ഒക്കെ എന്താ പറയുക പല പല കോൺട്രിബ്യൂട്ടഡ് ബൈ എംപ്ലോയീസ് ഇതുണ്ടാവും. മൊത്തമായി സിസ്റ്റമാറ്റിക് ആയിട്ട് എന്താ പറയുക ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കമ്പ്യൂട്ടർ ടേക്ക് ഡാറ്റ എംപ്ലോയി നെയിം ഫാദർ എംപ്ലോയി ബേസിക് സാലറി ഇതൊക്കെ നമ്മൾ പക്ഷെ എന്ത് വരും? ഒരുപാട് ഇൻപുട്ട് കൊടുക്കേണ്ടി വരും. കണ്ടോ? ഫ്രം ദ മാസ്റ്റർ ഡാറ്റ അത് നമ്പർ ഓഫ് ഡേയ്സ് അല്ലേ? ഇതൊക്കെ നമ്മൾ ഒരു തവണ റെക്കോർഡ് ചെയ്ത് കൊടുത്താൽ മതി. എത്ര ലീവ് ഒരാൾക്ക് എടുക്കാൻ പറ്റുക. അതൊക്കെ കഴിഞ്ഞാൽ മാസ്റ്റർ ഡാറ്റ ഡാറ്റ അല്ലടാ, മാസ്റ്റർ ഡാറ്റ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡാറ്റ നിങ്ങൾ മനസ്സിലാക്കിയിട്ട്. സോ നോക്കിക്കോ, അപ്പോൾ നമ്മുടെ ബേസിക് സാലറി എത്രയാണോ ഓരോരുത്തുള്ള ബേസിക് സാലറി നമ്മളിതൊക്കെ അങ്ങോട്ട് കൊടുക്കണം. അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് നമ്മൾ കമ്പ്യൂട്ടറിലോട്ട് ഇൻപുട്ട് കൊടുക്കണം. ഇൻപുട്ട് കൊടുത്താലേ അവർ ഔട്ട്പുട്ട് തരും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഇതൊക്കെ കറക്റ്റായിട്ട് ദ എൻട്രി ഓഫ് ഫൈനാൻഷ്യൽ റിക്കോർഡ് ഈസ് റെക്കോർഡ് ഫ്രം ദ പേറോൾ പ്രോസസ്സിംഗ്. മാത്രമല്ല ഇങ്ങനെ ഒരു പേറോൾ സിസ്റ്റം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ എൻട്രി ഉണ്ടാവില്ലടാ. ഓരോ ട്രാൻസാക്ഷനും നമ്മൾ എന്ത് ചെയ്യുമ്പോൾ എൻട്രി ചെയ്യുമ്പോൾ അത് എൻട്രി ചെയ്യണ്ടേ? അതൊക്കെ ഓട്ടോമാറ്റിക്കലി ഉണ്ടാവും. കറക്റ്റായിട്ട് പോസ്റ്റ് ചെയ്തോളും, കറക്റ്റായിട്ട് എന്ത് ചെയ്തോളും ചെയ്തോളും. ഓക്കെ, ഇതാണ് അപ്പോൾ ഫസ്റ്റ് ബെനിഫിറ്റ്സ്, അല്ലെങ്കിൽ ഫസ്റ്റ് നമ്മൾ കമ്പ്യൂട്ടറൈസ്ഡ് സിസ്റ്റംസ് ഉപയോഗിക്കുന്നതിനുള്ള ഫസ്റ്റ് ബെനിഫിറ്റ്സ്, അല്ലെങ്കിൽ ഫസ്റ്റ് ഒരു എന്താ പറയുക നമുക്ക് കിട്ടുന്ന ഒരു അല്ലേ എന്താ പറയുക ഉപകാരം എന്ന് പറയുന്നുണ്ട് പേറോൾ സിസ്റ്റം. അല്ലെങ്കിൽ നമ്മൾ എത്ര ടൈം സ്പെൻഡ് ചെയ്യും, ചിലപ്പോൾ ഒരു ഹോൾ ഡേ കാൽക്കുലേറ്റ് ദ സാലറി നമ്മൾ സ്പെൻഡ് ചെയ്യും. ഓരോരുത്തരും നോക്കി എഴുതി ഓട്ടോമാറ്റിക്കായിട്ട് സിസ്റ്റമാറ്റിക് ആയി കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയും. ഒറ്റ എൻട്രിൽ എപ്പോൾ നോക്കിയാലും നമുക്ക് എത്ര പേയ്മെന്റ് എടുക്കാൻ പറ്റും, പഴയത് എങ്ങനെ കൊടുത്തു എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കും. രണ്ടാമതാണ് ട്രാൻസാക്ഷൻ റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യും? കമ്പ്യൂട്ടറൈഡ് ഒരു സോഫ്റ്റ്വെയർസ് ഉപയോഗിക്കും. സോ രണ്ടാമത്തതാണ് ട്രാൻസാക്ഷൻ റെക്കോർഡ്. ഓക്കെ, നമ്മൾ ചെയ്യുന്ന ട്രാൻസാക്ഷൻ നമ്മൾ എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യാൻ? എന്താ ട്രാൻസാക്ഷൻ ഓഫ് റെക്കോർഡിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ട്രാൻസാക്ഷൻ ആർ റെക്കോർഡ് യൂസിങ് യൂട്ടിലിറ്റി ഓർ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളെന്താ പറയുന്നത്? ഇപ്പോൾ GST ഒക്കെ നമ്മൾ ഫയൽ ചെയ്യുമ്പോൾ യൂട്ടിലിറ്റി കൊടുക്കും. അതും നമ്മൾ എന്താണ് സോഫ്റ്റ്വെയർ പോലെ തന്നെ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. സോ അതിൽ നമ്മൾ കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്തിട്ടാണ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ഉണ്ടാവും ട്രാൻസാക്ഷൻ. അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ടാലി പോലുള്ളത് ജസ്റ്റ് നമുക്ക് എൻട്രി ചെയ്യാൻ പറ്റും. ഓക്കെ, transaction recording under the computerized environment is not only accurate but also time consuming. അക്യൂറേറ്റ് പക്ഷെ ശരിക്കും നമ്മൾ എഴുതുന്ന പോലെ തന്നെ ടൈം കൺസ്യൂമിങ് ആണ്. നമ്മൾ എഴുതുന്ന അത്രയും ടൈം തന്നെ എഴുതുന്ന ആവശ്യമുണ്ടാവും. ഒരു ഡാറ്റ നമ്മൾ ഫസ്റ്റ് ജേർണൽ എൻട്രി ഇടാം. പക്ഷെ പോസ്റ്റിംഗ് ഒന്നും എന്താ ബെനിഫിറ്റ്സ് എന്ന് വെച്ചാൽ പോസ്റ്റിംഗ് ഒന്നും നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. മനസ്സിലായോ? ലെഡ്ജറിന് എടുത്ത് നമ്മൾ നേരെ അവിടോട്ട് പോവുക, അല്ല ജേർണലിന് എടുത്ത് നമ്മൾ നേരെ ലെഡ്ജറിലോട്ട്, അങ്ങനെ പിന്നെ പിന്നീട് ഒരു റീകാൽക്കുലേഷൻ ആവശ്യം. പക്ഷെ ഡാറ്റ റെക്കോർഡ് ചെയ്യാന്ന് പറയുന്ന ആക്ച്വലി കുറച്ച് ടൈം കൺസ്യൂമിങ്. ഓക്കെ, ഈസ് ബിക്കോസ് 2 times കൺസ്യൂമിങ് പ്രോസസ് അണ്ടർ ദ മാനുവൽ സിസ്റ്റം. പക്ഷേ നമ്മുടെ മാനുവൽ സിസ്റ്റത്തിന് വേറൊരു പ്രശ്നമുണ്ട്. മാനുവൽ സിസ്റ്റത്തിൽ നോക്കണം 2 ടൈം. ആദ്യം നമ്മൾ എന്താ പറയുക
നമ്മൾ ജേർണലിൽ എഴുതുന്നു. പിന്നെ ജേർണലിൽ ഇപ്പം നമ്മൾ നേരെ ലെഡ്ജറിലോട്ട് എഴുതും. രണ്ട് ടൈം എഴുതണം. പക്ഷെ അത് എന്താ പറയുക, ഇതിൽ ഒറ്റയടിക്കുകയും ചെയ്തു. ഓക്കെ, അതുപോലെ തന്നെ ടോട്ടലിംഗ് ആൻഡ് ബാലൻസിങ് അതൊക്കെ ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യും. ഇവിടെ ഈ കമ്പ്യൂട്ടറൈസ്ഡ് സിസ്റ്റത്തിൽ ചെയ്യും. ഓക്കെ, software are designed and manner of processing and posting cash key is carried out simultaneously without recording of transaction. അത് റെക്കോർഡും ചെയ്യൂല, ഒരു എൻട്രീസും നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷെ അത് ഓട്ടോമാറ്റിക് ഉണ്ട്, എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ടാവും. നമുക്ക് പിന്നെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ ഉണ്ടാകാൻ വെരി a function key provided according transaction relating to cash. ഫങ്ഷണൽ കീ ഒക്കെ ഉണ്ട്. നിങ്ങൾക്ക് ടാലിയുടെ കോഴ്സ് ആണെങ്കിൽ നമ്മൾ ഫ്രീ ആയിട്ട് തരാം. നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് നിങ്ങൾക്ക് അപ്പോൾ ഇവിടുന്ന് ഒന്നുകൂടെ കാര്യങ്ങളൊക്കെ ഇത് വ്യക്തമായിട്ട് മനസ്സിലാവും. അപ്പോൾ മനസ്സിലായോ? ചുരുക്കി പറഞ്ഞത്രേ ഉള്ളൂ. ട്രാൻസാക്ഷനോ റെക്കോർഡിംഗ് ചെയ്ത് ഹെൽപ്പ് ചെയ്യും, അക്കൗണ്ടിങ് സിസ്റ്റംസ് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, നമ്മുടെ സോഫ്റ്റ്വെയർ. അടുത്ത ലെഡ്ജർ. എന്താ ലെഡ്ജറിന്റെ അവസ്ഥ? The software designed to such a manner that transaction is posted ledger account ledger is captured simultaneously without recording with the record. നമ്മൾ ജസ്റ്റ് ഒരു ട്രാൻസാക്ഷൻ ഇട്ട് കഴിഞ്ഞാൽ തന്നെ അത് ഓട്ടോമാറ്റിക്കലി ലെഡ്ജറിലോട്ട് പോസ്റ്റ് ചെയ്യും. അതുപോലെ തന്നെ ക്യാഷ് ഉദ്ദേശിക്കുന്നത് അതിന്റെ ബാലൻസ് കാൽക്കുലേറ്റ് ആഡ് ചെയ്യേണ്ടത് ആഡ് ചെയ്ത് ക്രെഡിറ്റ് കഴിഞ്ഞിട്ട് ഏത് സൈഡിൽ ബാലൻസ് ഓട്ടോമാറ്റിക്കലി ചെയ്യും. ഓക്കെ, അടുത്താണ് ട്രയൽ ബാലൻസ്. ട്രയൽ ബാലൻസ് എന്ന് പറഞ്ഞാൽ എന്താ? പോസ്റ്റിംഗ് ഓഫ് ട്രാൻസാക്ഷൻ ഇൻ ലെഡ്ജർ അക്കൗണ്ട് ആൾസോ ക്യാഷ്. ട്രയൽ ബാലൻസ് നമ്മൾ എന്ത് ചെയ്തു, പഠിച്ചു എന്താണെന്നുള്ളത്. അപ്പോൾ ഈ ട്രയൽ ബാലൻസ് ഒന്നും പിന്നെ നമ്മളിങ്ങനെ പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, അതിൽ എൻട്രീസ് ഇടേണ്ട ആവശ്യം. ഒരു തവണ നമ്മൾ ജേർണലിൽ ചെയ്യുമ്പോൾ ഈ ട്രയൽ ബാലൻസ് ഓട്ടോമാറ്റിക്കലി എന്തെങ്കിലും നമുക്ക് എടുക്കാൻ പറ്റും. മനസ്സിലായി? ട്രയൽ ബാലൻസ് ഒക്കെ ഒരു ക്ലിക്ക് ചെയ്താൽ നമുക്ക് ടാലി പോലുള്ള സോഫ്റ്റ്വെയർ. അടുത്താണ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഉദ്ദേശിക്കുന്നത് എന്താ? ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, അക്കൗണ്ട് ബാലൻസ് ഷീറ്റ്, ഇങ്ങനത്തെ. അതുപോലെ തന്നെ എക്സ്ട്രാക്ടിങ് ട്രയൽ ബാലൻസ് ഓൾവേസ് എക്സ്ട്രാക്ട് എവറി ട്രാൻസാക്ഷൻ. ഓരോ ട്രാൻസാക്ഷൻ കഴിയുമ്പോഴും നേരത്തെ ഈ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഒക്കെ നമുക്ക് സിമ്പിളായി ചെയ്യാവും. അതിന് പിന്നെ സ്പെഷ്യൽ എൻട്രീസ് ഇടേണ്ട ആവശ്യമുണ്ടോ? അപ്പോൾ ഇതൊക്കെയാണ് എന്ത് സോഫ്റ്റ്വെയർ അക്കൗണ്ടിന്റെ സിസ്റ്റം എന്ന് പറയുന്നത്. പേറോളിംഗ് പ്രോസസ്സ് അത് നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ട്രാൻസാക്ഷൻ റെക്കോർഡിങ്, ലെഡ്ജർ, ട്രയൽ ബാലൻസ്, ഇത്രയും ബെനഫിറ്റ്സ് അല്ലെങ്കിൽ ഇത്രയും കാര്യങ്ങളാണ് ആ സിസ്റ്റത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അടുത്തതാണ് അഡ്വാൻറ്റേജസ് ഓഫ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റം. എന്താണ് ഇതിന്റെ അഡ്വാൻറ്റേജ്, എന്തൊക്കെയാണ് ഇതിന്റെ ബെനഫിറ്റ്? ഫസ്റ്റ്, ലാർജ് വോളിയം ഓഫ് ട്രാൻസാക്ഷൻ. പണ്ടത്തെ ഇപ്പോൾ ശരിക്കും ഇപ്പോൾ നിങ്ങൾ പല പല കമ്പനീസ് നടത്തുന്നുണ്ടാവും. ഇപ്പോൾ എക്സാമ്പിൾ പറയാം, ഈ ടാറ്റ, അതുപോലെ തന്നെ റിലയൻസ്, ഇതൊക്കെ വലിയ വലിയ കമ്പനീസാണ്. സപ്പോസ് ഇവരുടെയൊക്കെ അക്കൗണ്ടിങ് ഒക്കെ പാടാണ് നമ്മൾ റെക്കോർഡ് ചെയ്യണമെങ്കിൽ ഒരു റൂം ഫുള്ള് ബുക്ക് ഉണ്ടെങ്കിൽ അതിനേക്കാൾ ആവശ്യമുണ്ടാവും. അത്രയും ഡാറ്റ നമുക്ക് സ്റ്റോർ ചെയ്യാം. സോ ഇന്ന് പറയുന്ന കമ്പ്യൂട്ടർ സിസ്റ്റം ആയതുകൊണ്ട് ലാർജ് വോളിയം ഓഫ് ട്രാൻസാക്ഷൻ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. കാരണം ഒരുപാട് ഓട്ടോമേറ്റഡ് ഡാറ്റ തന്നെ വരുന്നുണ്ട് നമുക്ക്. കുറേ എന്താ ഓട്ടോമേറ്റഡ് ആയിട്ട്. ഓക്കെ, in the present day business environment, transaction offices are normally large in volume. ഏത് ബിസിനസ് എടുത്തു കഴിഞ്ഞാലും ഒരുപാട് ട്രാൻസാക്ഷൻ. The computerized system can store and process the voluminous transaction with speed and accuracy. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇപ്പോഴത്തെ അക്കൗണ്ടിങ് സിസ്റ്റം എന്ന് പറയുന്നത് നമ്മുടെ ഈ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റത്തിന് എത്ര വലിയ ട്രാൻസാക്ഷൻസ് ആണെങ്കിലും സിമ്പിളായിട്ട് അത് കറക്റ്റായിട്ട് കൃത്യതയോടുകൂടെ വളരെ സ്പീഡായിട്ട് ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ സ്കെയിലബിലിറ്റി. A computerized accounting system is scalable and with growing price. സപ്പോസ് നമ്മൾ ചെറിയ ഒരു കട തുടങ്ങുന്ന വിചാരിക്കും. ഡേ ബൈ ഡേ അത് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇതിൻ്റെ സിസ്റ്റംസും അതിനനുസരിച്ച് വലിയ വലിയ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുക, നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ. അപ്പോൾ അതുകൊണ്ട് എന്താ സ്കെയിലബിലിറ്റി ഉണ്ട്. അതിനെ വലുതാക്കി ചെറിയൊരു അക്കൗണ്ടിങ്ങിൽ നിന്നും വലിയൊരു അക്കൗണ്ടിങ് സിസ്റ്റത്തിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ കഴിയും എന്നുള്ള പറയുന്നത് സ്കെയിലബിലിറ്റി. ഓക്കെ, അടുത്താണ് സെക്യൂരിറ്റി. The accounting under composure is safer than the accounting data മാനുവൽ സിസ്റ്റത്തിനേക്കാളും ഒന്നുകൂടെ സെക്യൂർ ആണ്. മാനുവൽ സിസ്റ്റം സപ്പോസ് ആ ബുക്ക് കാണാതെ ആവാം, ഓക്കെ, അല്ലെങ്കിൽ ബുക്ക് കത്തിപ്പോയാൽ ഇതൊക്കെ കത്തിയതിന് റിക്കവറേ ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇതൊക്കെ എന്താ ഒരുപാട് ഡ്രൈവ്സ് ഉണ്ട്, നമ്മൾ പെയ്ഡാണ്. അത്രയും ഒന്നുകൂടെ സെക്യൂർ ആണ്. ഇറ്റ്സ് മോർ സെക്യൂർ ദാൻ ദ മാനുവൽ
എന്താ പറയുക, അതുപോലെ അടിച്ചു വേണ്ടി പോവാം, പിന്നെ എന്തുണ്ടാവാം, കത്തിപ്പോവാം, കേടന്ന് പോവാം, ചെതലൊന്നും, അങ്ങനെ ഒരുപാട് ത്രെട്ട് ഉണ്ട്. എന്ത് മാനുവൽ നമ്മൾ സാധാരണ ബുക്കൊക്കെ ആയിട്ട് ഇങ്ങനെ ഡിജിറ്റലായിട്ട് നമ്മൾ സൂക്ഷിക്കുന്നതിൽ തന്നെ പിന്നെ അങ്ങനത്തെ പ്രശ്നം. പിന്നെ അടുത്താണ് ടൈംലി റിപ്പോർട്ടിംഗ്. എന്താണ് അവൈലബിലിറ്റി ഓഫ് റിപ്പോർട്ട് ഓൺ ദ ടൈം എനേബിൾസ് ടു മാനേജ്മെന്റ്. ഇപ്പൊ നോക്കുന്ന ട്രയൽ ബാലൻസ് നമുക്ക് ഏത് നിമിഷം 2 മിനിറ്റ് കൊണ്ട് ചെയ്യാവുന്നതാണ്. പക്ഷെ നമ്മളൊരു മാനുവൽ സിസ്റ്റത്തിലാണ് ട്രയൽ ബാലൻസ് മണിക്കൂർ കണക്കുന്നത്. മനസ്സിലായോ? അതുപോലെ തന്നെ എന്താ പറയുക, ഫൈനാൻഷ്യൽ റിപ്പോർട്ട്സ്, സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യാന്ന് പറഞ്ഞാൽ ഈ മാനുവൽ സിസ്റ്റം വെരി 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 ഡിഫിക്കൽട്ട്. ബട്ട് ഇൻ കമ്പ്യൂട്ടറൈസ്ഡ് സിസ്റ്റം വി ക്യാൻ ഡു 1 or 2 minutes, within 1 or 2 minutes നമുക്ക് ചെയ്യാം. അതുകൊണ്ട് തന്നെ അവർക്ക് കറക്റ്റായിട്ട് ആവശ്യമായിട്ടുള്ള റിപ്പോർട്ടുകൾ എടുക്കാൻ പല പല റിപ്പോർട്ട്സ്, ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് റിപ്പോർട്ട്. ആ റിപ്പോർട്ട് കിട്ടിയാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇതിൻ്റെ ഓണേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കറക്റ്റായിട്ട് എന്താ പറയുക ഡിസിഷൻസ് എടുക്കാൻ. ലോവർ കോസ്റ്റ് എന്ന് പറയുന്നത് the cost of maintaining book of accounts under the computerized process is lower than comparison on the manual process. ബുക്സ് മെയിൻറ്റെയിൻ ചെയ്യുക അപ്പോൾ അക്കൗണ്ട്സ് അണ്ടർ കമ്പ്യൂട്ടറിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് ലോവർ ആണ്. മനസ്സിലായോ? ഫസ്റ്റ് നമുക്കൊരു ഹൈ ചാർജ് വരും, ഇപ്പോൾ കമ്പ്യൂട്ടർ മേടിക്കണം അതിൻ്റെ സിസ്റ്റം. പക്ഷെ വൺസ് നമ്മൾ അതിൻ്റെ സിസ്റ്റം ചെയ്ത് കഴിഞ്ഞാൽ അത് ലോവർ കോസ്റ്റ് ആവും, പിന്നെ നമുക്ക് ചിലവുണ്ടാവും. പിന്നെന്താ, ലെസ് പേപ്പർ വർക്ക്, പേപ്പർ ഒന്നും ഉണ്ടാവില്ല. ഇപ്പോൾ പേപ്പറിലാണ് ചെയ്യാനാണെങ്കിൽ പേപ്പറുകൾ വലിച്ചു വാരി ആ കാലത്തായിരിക്കും. അങ്ങനത്തെ പേപ്പർ വർക്കിൻ്റെ ഒന്നും ആവശ്യമില്ല. ഓക്കെ. പിന്നെ ഫ്ലെക്സിബിലിറ്റി ഓഫ് റിപ്പോർട്ടിംഗ് നമ്മൾ നേരത്തെ പറഞ്ഞത്. എന്താ ഫ്ലെക്സിബിലിറ്റി ഓഫ് റിപ്പോർട്ടിംഗ് എന്ന് പറഞ്ഞാൽ റിപ്പോർട്ടിംഗ് അണ്ടർ കമ്പ്യൂട്ടറൈസ്ഡ് പ്രോസസ് വെരി ഫ്ലെക്സിബിൾ ഓവർ ദാൻ ദ മാനുവൽ പ്രോസസ്. വളരെ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ജസ്റ്റ് ഏതാനും ഒരു കമാൻഡ് കൊടുക്കുന്നതിലൂടെ തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള ഏത് റിപ്പോർട്ട് എടുക്കും. ഓക്കെ. അതുപോലെ ഫോർ എക്സാമ്പിൾ പറയണം, അസേർട്ടിങ് എ ലിസ്റ്റ് ഓഫ് കസ്റ്റമേഴ്സ് ഹൂ സെയിൽ ദ എബോവ് 1 lakh. 1,00,000 മുകളിൽ സെയിൽ നമ്മളേക്കുന്ന സാധനം മേടിച്ച ആൾക്കാർക്ക് ഇപ്പോൾ ഒരു എൻട്രി ഇടുന്നതിലൂടെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഫിൽറ്റർ ചെയ്തിട്ട് ഇപ്പോൾ ഏത് സോഫ്റ്റ്വെയർ ആയിരുന്നു സോഫ്റ്റ്വെയർ. പക്ഷെ ഇത് മാനുവൽ ആണെന്നുണ്ടെങ്കിൽ എല്ലാ സെയിൽസും നമ്മൾ നോക്കിയിട്ട് അല്ലേ 1,00,000 മുകളിൽ ഇത് മാർക്ക് ചെയ്ത് അത് മാറ്റി എഴുതി കുറെ സമയം എടുക്കും. മനസ്സിലാവുന്നുണ്ട്? Carries എന്താ, reply to request based on external file can obtain easily under the company. For example, list of debtors have not paid on the site where was in database. അപ്പോൾ നമ്മൾ നോക്കണം ഡ്യൂ ഡേറ്റ് എന്നാണ്, പേയ്മെന്റിന്റെ ഡേറ്റ് എന്നുള്ളത് അവിടെ കൃത്യമായിട്ട് നമ്മൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആരാണ് കൃത്യമായിട്ട് പൈസ തരാത്തെന്നുള്ള ഒറ്റ ക്ലിക്കോടുകൂടെ നമുക്ക് ഫുൾ ഡാറ്റ. അപ്പോൾ അങ്ങനത്തെ ക്വയറീസ് നമുക്ക് ആവശ്യമായിട്ടുള്ള ക്വയറീസ്, നമ്മൾ അന്വേഷണങ്ങൾ നമ്മൾ ഇങ്ങനെ ചെയ്യാത്ത അപ്പോൾ അങ്ങനെ റിപ്പോർട്ട്സ് തന്നെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അക്യുറേറ്റ് കമ്പ്യൂട്ടർ സിസ്റ്റം ആർ ഫാർ മോർ അക്യുറേറ്റ് ദാൻ ദ മാനുവൽ സിസ്റ്റം. മാനുവലി എത്രത്തോളം മിസ്റ്റേക്സ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. വീട്ടിൻ്റെ തെറ്റാം, പുറത്തിൻ്റെ തെറ്റാം, എഴുതുന്ന മാറിപ്പോകും. ഇല്ല, ഇവിടെയും മാറിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. വൺസ് നമ്മൾ കറക്റ്റായിട്ട് എൻ്റർ ചെയ്ത്, എന്നാലും അവിടെ തെറ്റിക്കഴിഞ്ഞാൽ പല പല എറേഴ്സ് കുറക്കാൻ വേണ്ടിയിട്ടുള്ള കുറേ എന്താ പറയുക മെത്തേഡ്സ് ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ അപ്ഡേറ്റിംഗ് ദ ട്രീറ്റ്മെന്റ് ഓഫ് റോങ് ട്രാൻസാക്ഷൻ അത് ഈസിലി ആണ്. നിങ്ങൾക്ക് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുക അല്ലെങ്കിൽ റോങ് ട്രാൻസാക്ഷൻസ് നമുക്ക് മാറ്റാൻ വേണ്ടിയിട്ട് വലിയ പണിയൊന്നുമില്ല. ഒരു വട്ടണം മായ്ക്കണം റൈസ് പ്രധാനം വന്നിട്ട് അത്രയൊന്നും ഒരു ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഫ്രം ഡേ ബുക്ക് വൗച്ചർ പോസ്റ്റിംഗ് ട്രയൽ ബാലൻസ്. ദ സോഫ്റ്റ്വെയർ ക്യാൻ മാനേജ് ജനറൽ ലെഡ്ജർ ട്രയൽ ബാലൻസ് ഷീറ്റ്. ഒരു എൻട്രി ഇട്ടാൽ തന്നെ അതിന് ലെഡ്ജറും ട്രയൽ ബാലൻസും എന്ന് പറഞ്ഞാൽ നമുക്ക് അപ്പം തന്നെ എന്ത് ചെയ്യാം, സ്റ്റാർട്ട് സ്പോട്ട് ഓരോ എൻട്രിക്ക് വന്നതിന് ശേഷം ഇതൊക്കെ എടുക്കും. ഇതൊക്കെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാം. ലിമിറ്റേഷൻസ് ഓഫ് കമ്പ്യൂട്ടറൈസ്ഡ് സിസ്റ്റം എന്തൊക്കെയാണ്? കമ്പ്യൂട്ടറൈസ്ഡ് സിസ്റ്റത്തിന് ലിമിറ്റേഷൻസ് ഉണ്ട്. ലിമിറ്റേഷൻസ് പറഞ്ഞാൽ പോരായ്മകൾ അല്ലെങ്കിൽ പരിധികൾ. എന്താ? ഫസ്റ്റ് ഒന്നാണ് കൺട്രോൾ. ഇഫ് അഡിക്വേറ്റ് കൺട്രോൾ ആർ നോട്ട് ഫോളോഡ് ഇറ്റ് ലീഡ്സ് ടു ലോസ് ഓഫ് ഡാറ്റ. കറക്റ്റായിട്ടുള്ള കൺട്രോൾസ് ഇപ്പോൾ നമ്മൾ എന്താ പറയുക, ഇപ്പോൾ എന്താ പറയുക, ഫോർ എക്സാമ്പിൾ നമ്മൾ ആപ്പൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ കാണാം എന്താ പറയുക, കറക്റ്റ് നമ്മുടെ നല്ല ഹൈ സെക്യൂർ ആയിട്ടുള്ള ഇത് മാത്രമല്ലാതെ തോന്നിയ ആവശ്യമില്ലാത്ത ഫയലിലൊക്കെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് ഡാറ്റ മറ്റുള്ള ഒരു ഹാക്കേഴ്സൊക്കെ അടിച്ചു മാറ്റാനുള്ള ചാൻസ് കിട്ടുക. കറക്റ്റ് കൺട്രോൾ, അതായത് ശ്രദ്ധിക്കണം നടക്കും, കൺട്രോളും
which importance take back up to the regular intervals of secondary situation. Even though വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, വേറൊരു ബാക്കപ്പ് എന്ത് ചെയ്യും, സെക്കൻഡറി ബാക്കപ്പ് ആയിട്ട് നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ഫൈൻഡ് ചെയ്ത് വെക്കാം. Data corruption. The data can get corrupted through virus, maybe can into through the introducer without scanning them for the virus. പല പല വൈറസ് ത്രെട്ടുകൾ നമ്മൾ ആ വൈറസ് ത്രെട്ട് ആ വൈറസ് നമ്മുടെ എന്താ പറയുക നമ്മുടെ സിസ്റ്റത്തിലോട്ട് കടക്കുകയും ആ സിസ്റ്റത്തിന് കാര്യമായ ക്ഷതം ഏൽപ്പിക്കുകയും പിന്നീട് അതെന്ത് ചെയ്യാം, നമ്മുടെ ഡാറ്റ നഷ്ടപ്പെടാനും പല പല കാര്യത്തിലോട്ട് എത്തിക്കുക. Trained computer operators. Untrained computer operators can lead to loss of data. അറിയാത്ത ഒരാളെ നമ്മൾ പിടിച്ചാക്കിയിട്ടുണ്ടെങ്കിൽ ഡാറ്റ ഒക്കെ പോകാത്ത ലിമിറ്റേഷൻസ് ഓഫ് സോഫ്റ്റ്വെയറിന്റെ ലിമിറ്റേഷൻ ഉണ്ട്. എന്താ, സോഫ്റ്റ്വെയർ ഡെവലപ്ഡ് ബേസിസ് ഓഫ് ദ എക്സ്പീരിയൻസ് ഓഫ് ദ ടീം ഡെവലപ്പർ, അവരുടെ എക്സ്പീരിയൻസിനുണ്ടായിരിക്കും. As such, it may not be able to deal with a specific problem that may arise. ചില ഒരു മെജോറിറ്റി ഇതിനെന്തായാലും ഇതൊരു സൊല്യൂഷൻ തന്നെ ആയിരിക്കും. ചില കാര്യങ്ങൾക്ക് മേ ബി അവിടെ നമുക്കത് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻസ് മേ ബി വരാം. ഓക്കെ, അപ്പൊ അതാണ് ലിമിറ്റേഷൻസ് ഓഫ് കമ്പ്യൂട്ടർ മേ ബി സേഫ്. അടുത്തതാണ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ സിസ്റ്റം, AIS എന്ന് പറയും. ഓക്കെ, AIS അക്കൗണ്ടിങ് ഇൻഫർമേഷൻ. എന്താ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ? And its various subsystems may be implemented through the computerized accounting system. പല പല ഇത് എന്ത് ചെയ്യാൻ പറ്റും, ഇംപ്ലിമെന്റ് ചെയ്യാം. The substance of AIS will be described. താഴെ പറയുന്നതാണ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ സിസ്റ്റമിൽ എന്തൊക്കെയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അത് ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഫസ്റ്റ് ഒന്നാണ് എന്ത്, ടാക്സ് അക്കൗണ്ടിങ് സിസ്റ്റം. ടാക്സ് അക്കൗണ്ടിങ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ അത് അക്കൗണ്ടിങ് സിസ്റ്റം എന്ന് പറയുന്നത് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പല പല സോഫ്റ്റ്വെയർസ്. ഓക്കെ, ടാക്സ്, ഫോർ എക്സാമ്പിൾ GST ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ട്, ഇൻകം ടാക്സ് എന്താ പറയുക ചെയ്യാൻ വേണ്ടിയിട്ട്, അതിനൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് എന്തുണ്ട്, അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ഉണ്ട്. ഓക്കെ, അതാണ്. പിന്നെ മാനേജ് ഇൻഫർമേഷൻ സിസ്റ്റം. ഓക്കെ, നമ്മുടെ ഇൻഫർമേഷൻ സിസ്റ്റത്തിനെ മാനേജ് ചെയ്യാൻ വേണ്ടി സ്കെയിൽ ആൻഡ് റിസീവബിൾസ്, സെയിൽസ് ആൻഡ് റിസീവബിൾസ്. ഈ സെയിലും വേണമെങ്കിൽ നമുക്ക് അതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് അക്കൗണ്ടിങ് സിസ്റ്റംസ് വെക്കാം. സെയിൽസ് കൂട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സെയിൽസ് എത്ര നടക്കുന്നുണ്ട്, ആ സെയിൽസിൽ എത്ര പൈസ കിട്ടുന്നുണ്ട്, കൃത്യമായിട്ട് കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ സ്പെഷ്യൽ സിസ്റ്റംസ് പോകും. പിന്നെ ക്യാഷ് സബ് സിസ്റ്റം വേണമെങ്കിൽ ക്യാഷ് സബ് സിസ്റ്റം, ക്യാഷിന് എന്ത് ചെയ്യും, ക്യാഷ് കറക്റ്റ് ആണോ, ക്യാഷ് കറക്റ്റായിട്ട് വരുന്നുണ്ടോ, ക്യാഷ് കറക്റ്റായിട്ട് മാനേജ് ചെയ്യും. പർച്ചേസ് ആൻഡ് അക്കൗണ്ടിങ് പേബിൾ സിസ്റ്റം, അതുപോലെ തന്നെ പർച്ചേസ് എത്ര കൊടുക്കാണ്ട് കാര്യങ്ങൾ. ഇൻവെന്ററി അക്കൗണ്ടിങ് സിസ്റ്റം, ഇൻവെന്ററി എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക്. പിന്നെ ഫിക്സഡ് അസറ്റ് അക്കൗണ്ടിങ് സിസ്റ്റം, ഫിക്സഡ് അസറ്റ് ഇങ്ങനെ പ്രോപ്പർട്ടി സിസ്റ്റം. പേറോൾ അക്കൗണ്ടിങ് സിസ്റ്റം, എക്സസൈസ് ഇത്, അങ്ങനെ ഓരോന്നായിട്ട് ഇവിടെ തോന്നുന്നു. താഴെ നമുക്ക് ഓരോന്നായിട്ട് എന്ത് ചെയ്യാം, ഡിസ്കസ്. ഫസ്റ്റ് ക്യാഷ് ആൻഡ് ബാങ്ക് സിസ്റ്റം. എന്താ ക്യാഷ് ആൻഡ് ബാങ്ക് സിസ്റ്റം? ഇതൊക്കെ നോക്കണം. നമ്മുടെ അക്കൗണ്ടിങ് എന്താ പറയുക, ഇൻഫർമേഷൻ സിസ്റ്റത്തിന്റെ ഓരോ ഭാഗങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യാം. ഇതൊക്കെയാണ് എന്ത് പറയുന്നത്, അക്കൗണ്ടിങ്, കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് ഒന്നാണ് ക്യാഷ് ആൻഡ് ബാങ്ക് സിസ്റ്റം. ഇറ്റ് ലീഡ്സ് റെസിപ്റ്റ് ഓഫ് പേയ്മെന്റ് ഓഫ് ക്യാഷ്, ബോത്ത് ഫിസിക്കൽ ആൻഡ് ഇലക്ട്രോണിക് ഫണ്ട്. ഇതെന്താണ് ഉദ്ദേശിക്കുന്നത്, ക്യാഷ് എത്ര കിട്ടുന്നു, അതിപ്പോൾ ബാങ്കിലൂടെ കിട്ടുകയാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ക്യാഷ് കയ്യിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിലും അതെങ്ങനെയാണ് അതിന്റെ കാര്യങ്ങളൊക്കെ നോക്കാം. പിന്നെ സെയിൽസ് ആൻഡ് അക്കൗണ്ടിങ് റിസീവബിൾ സിസ്റ്റം. ഇറ്റ് ലീഡ്സ് ദ അക്കൗണ്ടിങ് ഓഫ് സെയിൽസ്, മെയിൻറ്റെയിൻ സെയിൽസ് ലെഡ്ജർ, എത്ര സെയിൽസ് പോകുന്നുണ്ടോ കറക്റ്റ് ആണോ അതിന്റെ കാര്യങ്ങൾ. അതുപോലെ റിസീവബിൾസ്, അല്ലെ, സെയിൽ കിട്ടിയാൽ പോരാ, അതിന്റെ പൈസ കിട്ടാനുണ്ടാവില്ല, അതിന്റെ പൈസ അവർ കറക്റ്റ് സമയത്ത് കാര്യങ്ങൾ. ഓക്കെ, പിന്നെ ഇൻവെന്ററി സബ് സിസ്റ്റം. ഇൻവെന്ററി സബ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താ, റെക്കോർഡിംഗ് ഓഫ് ഡിഫറെന്റ് ഐറ്റംസ് പർച്ചേസ്ഡ് ആൻഡ് ഇഷ്യൂഡ് സ്പെസിഫൈങ് പ്രൈസ്. ഒരു പ്രൈസ് കറക്റ്റ് ആയിട്ട് എത്ര രൂപക്കാണ് മേടിച്ചിട്ടുള്ളത്, ആ സ്പെസിഫിക് പ്രൈസിനാണ്, എത്ര ക്വാണ്ടിറ്റി ഉണ്ട് എന്നാണ് മേടിച്ചുള്ള കാര്യം. പിന്നെ പർച്ചേസ് ആൻഡ് പർച്ചേസ് അക്കൗണ്ടിൽ എന്താ, പർച്ചേസും അതുപോലെ തന്നെ പേയ്മെന്റ് ടു ക്രെഡിറ്റേഴ്സ് അതുമായിട്ടുള്ള കാര്യം. പേയ്മെന്റ് അക്കൗണ്ടിങ് സിസ്റ്റം. ഇറ്റ് ഡീസ് പേറോൾ അക്കൗണ്ടിങ് സിസ്റ്റം. പേറോൾ എന്ന് പറഞ്ഞല്ലോ, സാലറി കൊടുക്കുക, അതൊക്കെ കറക്റ്റായിട്ട് കൊടുക്കുന്നു. അതുപോലെ തന്നെ ഡിഡക്ഷൻസ്, പല പല ഡിഡക്ഷൻസ് ഉണ്ട് പേയ്മെന്റ് കൊടുക്കുമ്പോൾ. പേയ്മെന്റ് ഡിഡക്ഷൻസ് എന്ന് പറയുന്നത് എന്താ,
PF പിടിച്ചിട്ടൊക്കെ നമ്മൾ കൊടുക്കുക, നമ്മളറിയില്ല, ചിലപ്പോൾ TDS പിടിച്ചിട്ട്. അപ്പോൾ അങ്ങനെ പിടിച്ചിട്ടുണ്ടെങ്കിൽ പിടിച്ചിട്ട് എത്രയൊക്കെ കൊടുക്കും. പിന്നെ ഫിക്സഡ് അക്കൗണ്ടിങ് സിസ്റ്റം എന്ന് പറഞ്ഞാലോ, ഇത് റെക്കോർഡിംഗ് ഓഫ് പർച്ചേസ് ഓഫ് അഡീഷണൽ ആൻഡ് ഡിലീഷൻ ഓഫ് യൂസേജ് ഓഫ് ഫിക്സഡ് അസറ്റ്. ഫിക്സഡ് അസറ്റ് വാങ്ങുന്ന റെക്കോർഡ് ചെയ്യുക, വിൽക്കുന്നത് ഒരു എന്ത് ചെയ്യുക, ഡിലീറ്റ് ചെയ്യുക, അതുപോലെ തന്നെ അതിൻ്റെ ഡിപ്രീസിയേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതാണ് ഫിക്സഡ് അക്കൗണ്ടിങ് സബ്. പിന്നെ എക്സ്പെൻസ് അക്കൗണ്ടിങ് സബ് സിസ്റ്റം, അവിടെ എക്സ്പെൻസുകൾ റെക്കോർഡ് എക്സ്പെൻസ് അണ്ടർ ദ ബ്രോഡ് ഗ്രൂപ്പ്. ഓരോ ഗ്രൂപ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പല പല ഗ്രൂപ്പ്സ് ഉണ്ടാവും. സോ അതിൽ എക്സ്പെൻസ് എന്ന ഗ്രൂപ്പിൻ്റെ താഴെ കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യുക. ടാക്സ് അക്കൗണ്ടിങ് സബ് സിസ്റ്റം, ദിസ് ദ കംപ്ലൈൻസ് ഫോർ ട്രീറ്റ്മെന്റ് ഓഫ് വാല്യൂ. അത് ഇപ്പോൾ വാറ്റ് ഇല്ല കേട്ടോ, പണ്ടായിരുന്നു വാറ്റ്, ഇത് പഴയ ടെസ്റ്റ് ബുക്കാണ്, വാറ്റ് ഇപ്പം ഇല്ല. ഓക്കെ, അപ്പോൾ നോക്കണം വാറ്റും കാര്യങ്ങളൊക്കെ. ഇത് നമ്മൾ എവിടെയാണ് ലാർജ് സൈസ് ടാക്സ് അടക്കമൊക്കെ പറയുന്നത് എന്താണ്, വലിയ വലിയ കമ്പനികളിൽ കൂടുതലും വലിയ വലിയ ടാക്സിന് വേണ്ടിയിട്ട് മാത്രം തന്നെ ഒരു സിസ്റ്റത്തെ വേണമെങ്കിൽ കമ്പാരിറ്റീവ്ലി ലാർജ് ഓർഗനൈസേഷൻ ടാക്സ് അക്കൗണ്ട് സബ്സിസ്റ്റൻസ്. പിന്നെ ഫൈനൽ അക്കൗണ്ട്സോ, ഇത് പ്രിപ്പറേഷൻ ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, ഇങ്ങനത്തെ റിപ്പോർട്ട്സുകൾ ഉണ്ടാക്കും, അല്ലെങ്കിൽ ഫൈനൽ അക്കൗണ്ട്സ് ഉണ്ടാക്കും. ഫൈനൽ അക്കൗണ്ട്സ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുക, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക, അതുപോലെ തന്നെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്, ഇതിന് പറയുന്നതാണ് ഇത് ഫൈനൽ അക്കൗണ്ട്. പിന്നെ കോസ്റ്റ് സബ്സിസ്റ്റൻസ്, എത്ര ഓരോന്നിനും എത്ര ചെലവ് വരുന്നുണ്ട്. ഓക്കെ, ബജറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ അടുത്ത കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെ. മാനേജ് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താ, പ്രോസസ്സിംഗ് ഓഫ് റിപ്പോർട്ട് ഓഫ് വൈറ്റൽ മാനേജ്മെന്റ്, മാനേജ്മെന്റ് ഡിസിഷൻസും കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്യുക കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പഠിക്കാനില്ല. ഓക്കെ, ജസ്റ്റ് ഒന്ന് വായിച്ചു. അടുത്താണ് കമ്പാരിസൺ ഓഫ് മാനുവൽ ആൻഡ് കമ്പ്യൂട്ടറൈസ്ഡ് ഐശ്വര്യ അക്കൗണ്ട് സിസ്റ്റം. കമ്പാരിസൺ, രണ്ടും കമ്പയർ ചെയ്യുക. എന്താണ് നമ്മൾ മാനുവലായിട്ട് ചെയ്യുന്നത്, കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ട് ചെയ്യുന്നതിൻ്റെ ഐഡന്റിഫൈ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ. അതെന്ന് പറയുന്നത് അതിൻ്റെ ബുക്ക് ഓഫ് അക്കൗണ്ട്സ് ബൈ അപ്ലൈങ് പ്രിൻസിപ്പിൾ ഓഫ് മാനുവൽ പ്രോസസ് ഈ ഓതറൈസ്ഡ് പേഴ്സൺ ബേസിസ് ഓഫ് അക്കൗണ്ടിങ് മാനുവൽ വിച്ച് പ്രോസസ് ഓഫ്. ഇപ്പോൾ നമ്മുടെ ഇത് മാനുവൽ സിസ്റ്റത്തിലാണെന്നുണ്ടെങ്കിൽ ട്രാൻസാക്ഷൻസ് ഇങ്ങനെ ഐഡന്റിഫൈ ചെയ്യാം. അപ്പോൾ നമ്മൾ ഒരാളെന്ത് ചെയ്യുന്നു, ഐഡന്റിഫൈ ചെയ്യുന്നു, അത് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു, അങ്ങനെ റെക്കോർഡ് ചെയ്യുന്നു ബുക്കിൽ വരും. പക്ഷേ ഇവിടെയും നമ്മൾ സെയിം ഇതെന്താണ് ആവശ്യമാണ്, എന്താ പറയുക, ഐഡന്റിഫൈ ചെയ്യുക എന്ന് പറയുന്നത്. ആരെങ്കിലും ഒരു ഹ്യൂമൻ ബീങ്, അതായത് ഒരാളെ വെച്ചിട്ട് തന്നെ ഐഡന്റിഫൈ ചെയ്യും. പിന്നെ റെക്കോർഡിങ്, അടുത്ത സ്റ്റെപ്പ് റെക്കോർഡ്. ട്രാൻസാക്ഷൻ നമുക്ക് ഒറിജിനൽ എൻട്രി, പോസ്റ്റ് ലെവൽ ലെഡ്ജർ, റിപ്രസെന്റ്. ബുക്സിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ജേർണലിൽ എഴുതണം, പിന്നെ അത് ലെഡ്ജറിലോട്ട് പോസ്റ്റ് ചെയ്യണം, പിന്നെ അത് മാത്തമാറ്റിക്കൽ ഫങ്ഷൻസ് ആഡ്, സബ്ട്രാക്ഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം, ഒരാളെന്നെ ഇരുന്ന്. ഇതിന്റെ കമ്പ്യൂട്ടർ പ്രോസസ്, ഈ കമ്പ്യൂട്ടറിലാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ സിസ്റ്റത്തിന് ട്രാൻസാക്ഷൻ റെക്കോർഡിന്റെ ബുക്ക് ഓഫ് അക്കൗണ്ട്സ് ആർ റിമൈനിങ്. നമ്മൾ റെക്കോർഡ് ചെയ്താൽ മാത്രം മതി, ബാക്കിയുള്ള എല്ലാ ഈ ലെഡ്ജറിലോട്ട് പോസ്റ്റ് ചെയ്യുക, അതുപോലെ തന്നെ അത് ട്രയൽ ബാലൻസിൽ എത്തിക്കുക, ബാലൻസ് ഷീറ്റിൽ അത് പ്രോപ്പറായിട്ട് ബാലൻസ് ഷീറ്റ് കാര്യങ്ങൾ കിട്ടുക, അതൊക്കെ ആര് ചെയ്തോളും, ഓട്ടോമാറ്റിക്കലായിട്ട് ചെയ്യും. അടുത്താണ് ക്ലാസിഫിക്കേഷൻ. Classification is the manual process that actually recorded in the book original and are posted in the ledger. It means after ഇവിടെ നമ്മുടെ ക്ലാസിഫിക്കേഷൻസ് ഞാൻ പറയല്ലോ, ഇപ്പോൾ ഫിക്സ്ഡ് അസറ്റ്, എന്താ പറയുക, പല പല അസറ്റ് ഒക്കെ പറഞ്ഞു. അവിടേക്ക് നമ്മൾ ക്ലാസിഫിക്കേഷൻ ഏത് ലെഡ്ജറിൽ ഏത് വേണമെന്നുള്ള ക്ലാസിഫൈ ചെയ്യുന്നതാണ്. ഈ മാനുവൽ പ്രോസസ് ആണെങ്കിൽ നമ്മൾ തന്നെ ഓരോ എൻട്രി വരുമ്പോൾ ഏതിലോട്ട് നോക്കി നമ്മൾ മാനുവലായിട്ട് ചെക്ക് ചെയ്യും ഏതിലോട്ട്. പക്ഷേ ഈ എന്താ പറയുക, സോഫ്റ്റ്വെയറിൽ നമ്മൾ ആൾറെഡി എന്താ പറയുക, സോഫ്റ്റ്വെയറിന് ഇത് കൊടുത്തിട്ടുണ്ടാവും. ഇങ്ങനെ ഒരു എൻട്രി വന്നു കഴിഞ്ഞാൽ അത് എവിടെയാണ് പോസ്റ്റ് ചെയ്യുന്നത്, നമ്മളൊരു കമാൻഡ് കൊടുക്കും, ആ കമാൻഡിനനുസരിച്ചാണ് അവർ പ്രവർത്തിക്കുക നമ്മുടെ സോഫ്റ്റ്വെയർ. അല്ലെങ്കിൽ യൂട്ടിലിറ്റി എന്നൊക്കെ പറയട്ടെ, യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാലും ഒരു ടൈപ്പ് സോഫ്റ്റ്വെയർ. ഓക്കെ, അതുപോലെ തന്നെ അടുത്തൊരു പോയിന്റ് ആണ് സമ്മറൈസ്. എന്താണ് സമ്മറൈസ്? സമ്മറൈസ് എന്ന് പറഞ്ഞാൽ എന്താ, ലെഡ്ജർ സമ്മറൈസ് ബാലൻസ് ഓഫ് ഈച്ച് അക്കൗണ്ടിങ് ഒക്കെ എന്താ പറയുന്നത്, മാനുവൽ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ ലെഡ്ജറിന്റെ ഇത് എത്രയാണ്, അതുപോലെ തന്നെ ബാലൻസ് എത്രയാണ്, ബാലൻസ് ക്യാരി ഡൗൺ എത്രയാണ്, അതുപോലെ തന്നെ ട്രയൽ ബാലൻസ് പ്രിപ്പറേഷൻ ഇതൊക്കെ നമ്മൾ ചെയ്യും. പക്ഷെ നമ്മൾ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ കമ്പ്യൂട്ടറൈസ് വേണമെങ്കിൽ അത് മാത്രം വരും. പിന്നെ അഡ്ജസ്റ്റ്മെന്റ് എൻട്രീസോ, റെക്ടിഫൈ എറേഴ്സ്, ഇവിടെ നോക്കിയേ, അഡ്ജസ്റ്റ് എൻട്രീസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്താൽ മതി.
ബാക്കി അതിൻ്റെ ട്രയൽ ബാലൻസും ഡെവലപ്പറിൻ്റെ അതിനനുസരിച്ച് എഫക്റ്റ് വരുമല്ലോ. ആ എഫക്റ്റ് ഒക്കെ ആരെന്നെ ചെയ്തോളും? കമ്പ്യൂട്ടറൈസ്ഡ് സിസ്റ്റം ആണെങ്കിലും നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്തോളും. പക്ഷെ നമ്മളിവിടെ കമ്പ്യൂട്ടറിൽ നമ്മൾ അക്കൗണ്ടിങ് നമ്മൾ യൂസ് ചെയ്യുന്നതുകൊണ്ട് ശരിക്കും നമുക്ക് തെറ്റൊന്നും ഇല്ല എന്ന് പറയാൻ പറ്റും. തെറ്റ് എന്നാലും വരാനുള്ള ചാൻസസ്. പക്ഷെ എന്നാലും ഒരു പരിധി വരെ എററൊക്കെ എന്ത് ചെയ്യും, കുറയും. പിന്നെ ഗ്രൂപ്പിംഗ് ഓഫ് അക്കൗണ്ട്സ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തു. ഗ്രൂപ്പിംഗ് ഓഫ് അക്കൗണ്ട്സും തന്നെ നമ്മളിങ്ങനെ ഗ്രൂപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഒരു മാനുവൽ സിസ്റ്റത്തിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ അത് തീരുമാനിക്കണം. എവറി ടൈംസ് യു ഹാവ് ടു ടേക്ക് ഡിസിഷൻ. നമ്മൾ ഏതാണ് വേണ്ടത് കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കും. പക്ഷെ നമ്മുടെ ഈ യൂട്ടിലിറ്റി അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് ഗ്രൂപ്പിംഗ് എന്നൊക്കെ പറയുന്നത് ഇവിടെ ആൾറെഡി ഇൻബിൽട്ട് ആയിട്ട് കാര്യങ്ങൾ നമ്മളിപ്പോൾ പല പല ഇതുണ്ട്. ഇവിടെ നമ്മൾ ഇന്ത്യയിൽ ഫോളോ ചെയ്യുന്നത് ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ICAI പ്രിപ്പയർ ചെയ്ത അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബേസിസിൽ പോകും. അതുപോലെ ഇന്റർനാഷണൽ ഉണ്ട്. ഇപ്പോൾ ഇന്റർനാഷണൽ പല പല അക്കൗണ്ടിംഗ് സിസ്റ്റംസ്. അപ്പോൾ അക്കൗണ്ടിംഗ് സിസ്റ്റത്തിനൊക്കെ അനുസരിച്ച് അവർ ആൾറെഡി എന്തെങ്കിലും ഉണ്ടാവും, ഇതൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവും ഈ ഗ്രൂപ്പിംഗ് ഒക്കെ. അത് നേരത്തെ പഠിച്ചത് ഗ്രൂപ്പിംഗ്. അപ്പോൾ ആ ഗ്രൂപ്പിംഗ് അനുസരിച്ചൊക്കെ അപ്പോൾ അങ്ങനെ നമ്മൾ ജസ്റ്റ് അപ്പോൾ എൻട്രി ഇട്ടാൽ മതി. ഒരു ഓട്ടോമാറ്റിക് ഫിക്സഡ് അസറ്റ് ആണെന്ന് നമ്മൾ പറഞ്ഞു കൊടുത്താൽ മതി. പിന്നെ അതിൻ്റെ ബാക്കി ഏത് ഗ്രൂപ്പിൽ വരണം, സെക്യൂർഡ് ആണ് അൺസെക്യൂർഡ് ആണ് നമ്മൾ പറഞ്ഞു കൊടുക്കണം. സെക്യൂർഡ് ആണെന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ ബാക്കി എല്ലാ കാര്യം. അതുപോലെ തന്നെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഒരു ശരിക്കും മാനുവലൊക്കെ ആയിട്ട് ഒരു ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഇന്നിപ്പോൾ ആരും ചെയ്യാറില്ല. കാരണം ഒരൊറ്റ ഉണ്ടല്ലോ ഫുൾ നമുക്കൊന്ന് കിട്ടും. പിന്നെ ഡിഫറൻസ് ബിറ്റ്വീൻ കോഡിങ് ക്ലാസിഫിക്കേഷൻ നിങ്ങൾക്ക് വായിച്ചു നോക്കാനുള്ളൂ കേട്ടോ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം നമ്മൾ പറഞ്ഞതിൻ്റെ ഫുൾ സമ്മറിയാണ്. ഓക്കെ, ഇത് നിങ്ങൾ വായിച്ചു നോക്കില്ലടാ, നിർബന്ധമായിട്ട് വായിച്ചു. എക്സാം പോയിന്റ് ഞങ്ങൾ ജസ്റ്റ് ഇവിടെ മാർക്ക് ചെയ്തു. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കണം കേട്ടോ. ഇനി അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർസ്. എന്താണ് അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ? സോഫ്റ്റ്വെയർസ് ക്യാൻ ബി കാറ്റഗറൈസ്ഡ് ഇൻടു ടു. രണ്ടെണ്ണമായിട്ട് പറയും. ഫസ്റ്റ് റെഡിമെയ്ഡ് അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ. Software that are developed not for any specific but the in general use. നമ്മളല്ലേ എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ടാലൊക്കെ അതിന് ബെസ്റ്റ് എക്സാമ്പിൾ. എല്ലാവർക്കും മിക്കതിലും നമുക്ക് ഏത് ബിസിനസ് ആണെങ്കിലും ഉപയോഗിക്കാൻ പറ്റും. അങ്ങനത്തെ സ്പെസിഫിക് അല്ല. അതായത് ഇന്നൊരു സെക്ടർ, ഇപ്പോൾ എഡ്യൂക്കേഷണൽ സെക്ടേഴ്സ് മാത്രമായിട്ടൊരു നമ്മളൊരു അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ഉണ്ടാക്കിയാൽ ഇതിന് നമ്മൾ സ്പെസിഫിക് അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ. ബാക്കിയൊക്കെ എന്താ വെച്ചാൽ ആർക്കും ഇപ്പോൾ ടാലി ആർക്കും ഉപയോഗിക്കാം. കൃഷിക്കാരനും ആർക്കും ഉപയോഗിക്കാം. കൃഷിക്കാരനും ടീച്ചർക്കും ഒരു പലചരക്ക് നടത്തുന്ന വലിയ വലിയ ബിസിനസ്സിലൊരു ആർക്കും ചെയ്യാൻ പറ്റും ടാലി. ഇതുപോലത്തെ യൂസ്. Since ready-made software are the for general usage, it is not necessary are the modules such as use of every users എന്നൊക്കെ. പേറോൾ മേ നോട്ട് ബി അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. സിമിലർ അതുപോലെ തന്നെ ടാക്സിനൊക്കെ പ്രശ്നങ്ങളുണ്ടാവും. കാരണം വിൽ നോട്ട് റിക്കോർഡ് സർവീസ് ടാക്സിന്. അപ്പോൾ റെഡിമെയ്ഡ് എന്ന് പറയുമ്പോൾ അതിനനുസരിച്ചുള്ള കുറച്ച് എന്ത് ചെയ്യുന്നുണ്ട്, ലിമിറ്റേഷൻസ് ഉണ്ട്. അവയുള്ള എക്സാമ്പിളാണ് കുറച്ച് എക്സാമ്പിൾസ്. ടാലി, എക്സ്, ബസി, പ്രൊഫഷണൽ അക്കൗണ്ടന്റ് അങ്ങനത്തെ കുറേ എന്തുണ്ട് ജനറൽ ഇതിന് യൂസ് ചെയ്യാൻ പറ്റുന്ന സോഫ്റ്റ്വെയർസ് ഉണ്ട്. അഡ്വാൻറ്റേജസ് എന്താണ് ഇങ്ങനത്തെ ജനറൽ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർസ് ഉപയോഗിക്കുന്നത്? റെഡിമെയ്ഡ് എക്കണോമിക്കൽ, ചെറിയ പൈസ കൊടുത്താൽ മതി, വലിയ പൈസ കൊടുത്താൽ. നോട്ട് ഫോർ എ പെർട്ടിക്കുലർ ജനറൽ ഇറ്റ് മീൻസ് ഡെവലപ്മെന്റ് കോസ്റ്റ് ഓഫ് സോഫ്റ്റ്വെയർ ഈസ് നോട്ട് ലോഡഡ് ഓർ സിംഗിൾ സോഫ്റ്റ്വെയർ ഡിറ്റർമിൻ. ഇപ്പോൾ നോക്കണം, രണ്ട് തരം സോഫ്റ്റ്വെയർ ഉണ്ട്. മറ്റേ നോക്കണം കോസ്റ്റ് ഇതിന് വളരെ കുറവായിരിക്കും ജനറൽ, കാരണം ആർക്കും യൂസ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ മറ്റേ നമുക്ക് വേണ്ടിയിട്ട് സ്പെഷ്യൽ ആയിട്ടൊരു അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ഒക്കെ ഉണ്ടാക്കാൻ പറയുന്നത് ലക്ഷങ്ങൾ വരും. പക്ഷെ എനിക്ക് തോന്നുന്നു അക്കൗണ്ടിങ് ടാലി പോലുള്ള സോഫ്റ്റ്വെയറിനൊക്കെ വളരെ ചെറിയ പൈസയുണ്ട്. 30,000 രൂപ ആ ഒരു റേഞ്ചിലൊക്കെ ഉണ്ട് അക്കൗണ്ടിങ് ടാലി. പക്ഷെ മറ്റുള്ളവർക്ക് പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് വലിയ ഹ്യൂജ് കോസ്റ്റ്. ഓക്കെ, ഇനി റെഡിമെയ്ഡ് സോഫ്റ്റ്വെയർ ആർ അവൈലബിൾ ഓഫ് സെൽഫ്. It saves the many requirement of development software customers. Development software consumes time both of the user development and user will have to have advice its document. കാരണം നോക്കാം, ഇവിടെ എന്ന് പറയുന്നത് നമ്മുടെ റിക്വയർമെന്റ്സിന് അനുസരിച്ചൊന്നല്ല എന്ത് ചെയ്യുന്നത് റെഡിമെയ്ഡ് സോഫ്റ്റ്വെയർസ് ഉണ്ട്. ഇത് അവർ ആൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ, നമുക്ക് അതിലൂടെ എന്ത് ചെയ്യാം, ഭാഗമാവാം. ഓക്കെ, അവർ ഉപയോഗിച്ചിട്ട് മാത്രമേ ആഡ് ഓൺ ചെയ്യാനും നമ്മുടെ സ്പെസിഫിക് ചെയ്യാനൊന്നും പറ്റില്ല. ഓക്കെ.
അപ്പോൾ അതാണ് ഇതിൻ്റെ ഇതെന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഷെൽഫ്, അതുപോലെ തന്നെ എന്താ പറയുക, ഓഫ് ഷെൽഫ് to save may be required to develop of tailors made software or the customization. കസ്റ്റമൈസേഷൻ ഒക്കെ ഉണ്ട്, പക്ഷെ ഒരു പരിധി വരെ ലിമിറ്റഡ് ആവും. ഓക്കെ, കസ്റ്റമൈസേഷൻ നമ്മുടെ ഇഷ്ടാനുസരണം ചെയ്യാൻ പറ്റും. നമുക്ക് ആവശ്യം എങ്ങനെയാണോ അതിനനുസരിച്ച് ചെയ്യുന്നതിന് കസ്റ്റമൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കും. പിന്നെ റെഡിമെയ്ഡ് സോഫ്റ്റ്വെയർസ് ആർ ഡെവലപ്ഡ് ബൈ എ ഗ്രൂപ്പ് ഓഫ് എക്സ്പീരിയൻസ്ഡ്. ഈ ടാലി പോലുള്ളതൊക്കെ എന്താ, നമ്മളൊക്കെ CA പോലുള്ള വലിയ വലിയ പ്രൊഫഷണൽസ് അവർ അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പഠിച്ചതിന് ശേഷം ഉണ്ടാക്കിയ സോഫ്റ്റ്വെയർ. Therefore the address the problem may get overloaded if users felt software is developed. Address the problem that may get overloaded. ഇവിടെ എന്ന് പറയുന്നത് എന്താ, ജനറൽ ആയിട്ട് എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് ഈ സോഫ്റ്റ്വെയർ എല്ലാവർക്കും എങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും ഈ സോഫ്റ്റ്വെയർ എന്നുള്ളതിനെ പറ്റിയും അത് എന്ത് ചെയ്തിട്ടുണ്ടാവും, പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവും. സ്പെസിഫിക് യൂസേഴ്സ് ആണ് എപ്പോഴും നോക്കണം. നമ്മളൊരു എഡ്യൂക്കേഷൻ സിസ്റ്റം സ്റ്റാർട്ട് ചെയ്യും. അതിൻ്റെ ജസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഡിഫറൻസ് വേണമെങ്കിൽ നമ്മളൊരു എഡ്യൂക്കേഷൻ സ്ഥാപനം. സോ ഇവിടെ വേണമെങ്കിൽ നമുക്ക് ടാലി ബേക്ക് പറയുമ്പോൾ ഇപ്പോൾ എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ ശരിക്കും ഇപ്പോൾ നിങ്ങളെ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക, നിങ്ങളുടെ ഡൗട്ട് ചെക്ക് ചെയ്യുക, നിങ്ങളെ കറക്റ്റായിട്ട് ഫോളോ ചെയ്യാൻ നമ്മളൊരു സ്പെഷ്യൽ എന്താ പറയുക സോഫ്റ്റ്വെയർ നേടിയാണെങ്കിൽ അതാണ് നല്ലത്. അപ്പോൾ അതിന് പറയുന്ന പല പല ഇതുണ്ട്, ബിസിനസ്സിലോട്ട് അങ്ങനെ കിടക്കുന്നില്ല. അപ്പോൾ നോക്കണം, അതാണ് സ്പെഷ്യൽ, അതായത് നമുക്ക് വേണ്ടി മാത്രം കസ്റ്റമൈസ് ചെയ്ത സോഫ്റ്റ്വെയർ, നമ്മുടെ റിക്വയർമെൻറ്റ്സ് അതിനനുസരിച്ച് കുട്ടികളെ വിളിക്കണമെങ്കിൽ വിളിക്കുന്നു, കുട്ടികളുടെ ഫീസ് എന്ത് കളക്ട് ചെയ്യണമെങ്കിൽ ഓട്ടോമാറ്റിക് മെസ്സേജ് അയക്കണം, അങ്ങനെ സ്പെസിഫൈ ആയിട്ടുള്ള കാര്യമാണ് എന്ത് അക്കൗണ്ടിങ്. അപ്പോൾ അതിൽ സ്പെസിഫിക് യൂസ് ആണ്. റെഡിമെയ്ഡ് എന്ന് പറയുമ്പോൾ എന്താ എല്ലാവർക്കും പറ്റുന്ന രീതി. ഇപ്പോൾ റെഡിമെയ്ഡ് ഷർട്ട് നമ്മൾ തയ്പ്പിച്ച് ഷർട്ട് അതല്ലേ ഡിഫറൻസ്. തയ്പ്പിച്ച് പറഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് മെഷർമെൻറ്റ്സ് ഉണ്ട്. റെഡിമെയ്ഡ് നല്ല റെഡിമെയ്ഡ് മോശമാണെന്നല്ല പറയുന്നത്. റെഡിമെയ്ഡ് ഒന്നുകൂടെ കോസ്റ്റ് കുറവായിരിക്കും, നമ്മൾ എടുത്ത് തയ്പ്പിക്കുന്ന കോസ്റ്റ് കൂടും, ചിലവ് കൂടും. അങ്ങനത്തെ കുറച്ച് ഡിഫറൻസ്. പിന്നെ സോഫ്റ്റ്വെയർ ലൈക്ക് എനി അതർ പ്രൊഡക്റ്റ് മെയിൻ്റെനൻസ്. റെഡിമെയ്ഡ് എന്ന് പറയുന്നത് എല്ലാവർക്കും എങ്ങനെയാണ് യൂസ് ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ തന്നെ എക്കണോമിക് കണ്ടീഷനിൽ സെയിൽസ് മെയിൻ്റെനൻസും സർവീസസ് ഒക്കെ എന്തായിരിക്കും, കുറവായിരിക്കും. പിന്നെ റെഡിമെയ്ഡ് സോഫ്റ്റ്വെയർ യൂസ്ഡ് ബൈ എ നമ്പർ ഓഫ് യൂസേഴ്സ്, ഒരുപാട് ആൾക്കാർക്ക് എന്താണ് കാര്യങ്ങൾ. അപ്പോൾ ഇതൊക്കെയാണ് എന്ത് അക്കൗണ്ടിങ് റെഡിമെയ്ഡിൻ്റെ എന്ത് അഡ്വാൻറ്റേജസ്. ഓക്കെ, എന്ന് പറയുന്നത് എന്താണ്, എക്കണോമിക്കൽ, പൈസ കുറവാണ്, സോഫ്റ്റ്വെയർ അവൈലബിൾ, ഓഫ് ഷെൽഫ്, ഒറ്റയടിക്കാൻ നമുക്ക് സോഫ്റ്റ്വെയർ കിട്ടും, ഡെവലപ്ഡ് ബൈ ഗ്രൂപ്പ് ഓഫ് എക്സ്പീരിയൻസ്ഡ് ആൾക്കാർ ക്രിയേറ്റ് ചെയ്തത്, അതായത് എന്തായിരിക്കും, പ്രൊഫഷണൽ ആയിരിക്കും. പിന്നെ സോഫ്റ്റ്വെയർ ലൈക്ക് എനി അതർ പ്രൊഡക്റ്റ് റിക്വയർമെൻറ്റ്സ് എന്ത് ചെയ്യാൻ പറ്റും, ചെയ്യാൻ പറ്റും എന്ന് പറയുന്നത്. പിന്നെ റെഡിമെയ്ഡ് സോഫ്റ്റ്വെയർ ആർ യൂസ്ഡ് ബൈ നമ്പർ ഓഫ് യൂസേഴ്സ്, ഒരുപാട് ആൾക്കാർക്ക് നൽകുന്നു. പിന്നെ എൻ്റെ ഡിസ്അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എന്താ, വിൻഡോ ബേസ്ഡ് സോഫ്റ്റ്വെയർ സപ്പോർട്ട് ഓൺലി ലേസർ പ്രിന്റ് ഫോർ ദ ഔട്ട്പുട്ട്. ഇപ്പോൾ ചില എന്താ പറയുക ഇതിന് കോമൺ ആയിട്ടുള്ള പ്രശ്നങ്ങൾ കാണുന്നുണ്ട്. ഇപ്പോൾ ചിലതിലുള്ള ഈ പ്രിന്റേഴ്സ് മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. അതുപോലെ തന്നെ പ്രിന്റിംഗ് ബൈ ലേസർ പ്രിന്റേഴ്സ് ആർ മോർ എക്സ്പെൻസീവ്. കാരണം അവിടെ ചെറിയ ചെറിയ കാര്യം. റെഡിമെയ്ഡ് സോഫ്റ്റ്വെയർ ആ വിൻഡോസ് ബേസ്ഡ് സോഫ്റ്റ്വെയർസ് ആണ്. ഇറ്റ് സപ്പോർട്ട് ഓൺലി ലേസർ പ്രിന്റ്. ഓക്കെ, ലേസർ പ്രിന്റ് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, സപ്പോർട്ട് ചെയ്യുള്ളൂ. പ്രിന്റിംഗ് ബൈ ലേസർ പ്രിന്റ് ഈസ് മോർ എഫക്റ്റീവ് ദാൻ ദ ഡോട്ട് മാട്രിക്സ് പ്രിന്റർ. അപ്പോൾ പ്രിന്റിങ്ങിൽ ചെറിയൊരു പ്രശ്നം എന്ന് പറയുന്നത്, അതായത് കുറച്ചുകൂടെ എക്സ്പെൻസീവ് ആയിരിക്കും. അതായത് ഇത് മാത്രമേ സപ്പോർട്ട് ചെയ്യൂ. നോർമലി റെഡിമെയ്ഡ് ഡു നോട്ട് ഹാവ് എ ഫെസിലിറ്റി ടു സെക്കൻഡറി ബാക്കപ്പ് ഇല്ല, അതൊരു പ്രൈമറി ബാക്കപ്പ് നടത്തി. ഓക്കെ, അതുകൊണ്ട് ഡാറ്റ മേ ബി ലോസം ആവില്ല, എന്നാലും മേ ബി ഒരു സ്ലൈറ്റ് ഒരു സെക്കൻഡറി ഡാറ്റ ഒരു ബാക്കപ്പ് ഇല്ലാത്തതുകൊണ്ട് ഇതുണ്ട്. ഓക്കെ, അടുത്തതാണ് കസ്റ്റമൈസ്ഡ് സോഫ്റ്റ്വെയർ. ഇതിൻ്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും. ഓക്കെ, നമ്മളിവിടെ ഒരുപാട് ഒരു ലെങ്തി ക്ലാസ് ആയിരുന്നു. സോ യു ഹാവ് ടു പ്രിപ്പയർ വെരി വെൽ. ഓക്കെ, ഇത് കൂടുതൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. ഇത് സിമ്പിളായിട്ട് ബൈ റീഡിങ് കൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ്. കുറേ തിയറി പോർഷൻസ്, നോട്ട് പ്രോബ്ലം പേപ്പർ പോലെയല്ല, കുറേ തിയറി പോർഷൻസ് ഉള്ളത്. സോ നിങ്ങൾക്ക് സിമ്പിളായിട്ടത് മനസ്സിലാക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ എടുക്കാനുള്ളത് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാം. അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർസ് പറഞ്ഞു,
അക്കൗണ്ടിങ്സിൽ നമ്മൾ റെഡിമെയ്ഡ് മാത്രമേ പറഞ്ഞുള്ളൂ. പിന്നെ നമ്മൾ പറഞ്ഞു മാനുവൽ അക്കൗണ്ടിങ് ഉണ്ട്, കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്, അത് തമ്മിലുള്ള ഡിഫറൻസ്. പിന്നെ എന്താ പറയുക, കമ്പ്യൂട്ടർ മാനേജ്മെന്റ് അതിൻ്റെ ബെനിഫിറ്റ്സ് കാര്യങ്ങൾ, അതുപോലെ തന്നെ കമ്പ്യൂട്ടറൈസ്ഡ് സിസ്റ്റത്തിൻ്റെ പല പല അക്കൗണ്ടിങ് ഇൻഫർമേഷൻ സിസ്റ്റത്തിൻ്റെ പല പല പാർട്സ് അല്ലെങ്കിൽ പല പല ഭാഗങ്ങൾ എന്താണ് ഡിസ്കസ് ചെയ്തു. പിന്നെ എന്താണ് ലിമിറ്റേഷൻസ് ഓഫ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റത്തിൻ്റെ ലിമിറ്റേഷൻ, എന്താണ് പരിമിതികൾ എന്ന് ഡിസ്കസ് ചെയ്തു. അതുപോലെ തന്നെ എന്താണ് അതിൻ്റെ അഡ്വാൻറ്റേജസ്, കമ്പ്യൂട്ടർ സിസ്റ്റത്തിൻ്റെ അഡ്വാൻറ്റേജ് ഡിസ്കസ് ചെയ്തു. പിന്നെ എന്ത് ഡിസ്കസ് ചെയ്തു, സോഫ്റ്റ്വെയർ കമ്പ്യൂട്ടിംഗ് അക്കൗണ്ടിംഗ് സിസ്റ്റം, അതിൻ്റെ എന്താ പറയുക, എന്തൊക്കെ കാര്യങ്ങളാണ് അതിൻ്റെ സ്റ്റെപ്സ്, എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്ന കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. പിന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്തു, ഡിസ്കസ് ചെയ്തു. പിന്നെ പിന്നെ ഗ്രൂപ്പിങ്, എങ്ങനെയൊക്കെയാണ് ഗ്രൂപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ, ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്തത്, ഡിസ്കസ് ചെയ്തത്. കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, കഴിച്ചോ. അപ്പോൾ ബൈ ബൈ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ കാണാം. ഓക്കെ, അപ്പോൾ അതുവരേക്കും ഇതുവരെ ഉള്ളതൊക്കെ എന്ത് ചെയ്യാം, ഓക്കെ.